ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പുസ്തക പ്രകാശന ചടങ്ങ് പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് കാണാം. കന്യാകുളങ്ങര ബോയ്സ് സ്കൂളിലെ ദീപ്തി ശാസ്ത്രീൻ്റേതാണ് പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് കേൾക്കാം. കവിതാ സമാഹാരമാണ്. ഞങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ വന്ന് നിൽക്കുകയാണ് ഒരു പുസ്തക പ്രകാശന കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് ആദ്യമേ എത്തിയിട്ടുണ്ട്. പ്രവൃത്തി കർമ്മത്തോട് അനുബന്ധിച്ചുള്ള ചെറിയ ഒരു കവിയരങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യം ഇതിൽ ദീപ്തി ശശിധരൻ്റെ തന്നെ കവിത ചൊല്ലുന്നതിന് പ്രസീതെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. നമസ്കാരം. ദീപ്തിയുടെ അമ്മയോടൊപ്പം എന്ന കവിത ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മകളുമായി കൂട്ടിയോജിപ്പിച്ച് എന്നാൽ കഴിയും വിധം ചൊല്ലാം. അമ്മയോടൊപ്പം. മകരമാസത്തെ മഞ്ഞിൻ തണുപ്പുപോൽ മനസ്സിൽ നിറയുന്നു മയിൽ പീലിത്തുണ്ടുകൾ. മമ ചിന്തയിൽ പലവുരി ചികഞ്ഞു ഞാൻ മാതൃസ്നേഹത്തിൻ മൂർത്തമാം സ്മരണകൾ. മേലാകെ നിറയുന്നെന്നമ്മതൻ പരിമളം, മൊഴികളിൽ നിറഞ്ഞൊരാ വാത്സല്യത്തേൻ ഗണം. മനസ്സുകൊണ്ടെന്നമ്മയോടൊപ്പം ഞാൻ മായിക സങ്കൽപ്പലോകങ്ങൾ താണ്ടിടും. മലർമണം തൂകിയണഞ്ഞിടും ഓർമ്മകൾ മങ്ങിമാഞ്ഞൊരു നിഴൽ രൂപമായങ്ങനെ. മിഴികളിൽ ജലഗണമേകുവാൻ വേണ്ടിയോ മനസ്സിൽ വാരി വിതറും ചുടുകനലുകൾ. മാടപ്രാവിൻ്റെ ചിറകൊടിയൊച്ച പോൽ മൂർധാവിലിഴയുന്നു നിർമ്മലകരലാളനം. മോഹിപ്പിക്കുന്നതു വീണ്ടും എന്നമ്മയോ മകളായി തന്നെ ഈ ഉലകിൽ പിറന്നിടാൻ. മറ്റൊരു ജന്മമെന്നമ്മ തൻ മകളായി പുലർന്നിടും. മണ്ടിടുമെന്നാ വിരൽ തുമ്പിൽ തൂങ്ങിയൊരു വട്ടം കൂടി ഞാൻ. മറ്റൊരു ജന്മമെന്നമ്മ തൻ മകളായി പുലർന്നിടും. മണ്ടിടുമെന്നാ വിരൽ തുമ്പിൽ തൂങ്ങിയൊരു വട്ടം കൂടി ഞാൻ. താങ്ക് യു. നമ്മുടെ സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തുന്ന ജഗദീഷ് കോവളം കവിതകൾ. എല്ലാവർക്കും നമസ്കാരം. ദീപ്തി ശശിധരൻ്റെ പ്രഥമ കാവ്യ സമാഹാരം അക്ഷരങ്ങളുടെ അവകാശി ഇന്ന് ഇവിടെ വെളിച്ചം കാണുകയാണ്. ആ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഒരു കവിത. ഈ കവിത എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും വളരെ പരിചിതമായ ഒരു ചുറ്റുപാടിനെ വരച്ച് കാണിക്കുന്നതാണ്. കവിതയുടെ പേര് കോവളത്തെ കല്ലടിക്കാർ. ഗദ്യകവിതയാണ്. മാധവ പണിക്കരുടെ കല്ലുമലയ്ക്കുള്ളിലായിരുന്നു കല്ലടിക്കാരുടെ അത്താഴം പാത്തുവെച്ചിരുന്നത്. മാധവ പണിക്കരുടെ കല്ലുമലയ്ക്കുള്ളിലായിരുന്നു കല്ലടിക്കാരുടെ അത്താഴം പാത്തുവെച്ചിരുന്നത്. കല്ലാഴങ്ങളിൽ കൂടവേദനയാൽ തുളഞ്ഞിറങ്ങി മുനയൊടിയുന്ന തമരുകമ്പികൾ അന്തിമയങ്ങുമ്പോൾ ആഴാകുളത്തെ ആലകളിൽ നാളെയെ നോക്കി ചുവന്നു തുടുക്കും. കുഴിയാന തിരയുന്ന കുഞ്ഞു കണ്ണുകളിൽ പാറയിൽ കുഴികുത്തിക്കളിക്കുന്ന അപ്പൻ വിശപ്പിനൊപ്പം ഒരാനയോളം വളരും. ചുരുങ്ങിയ കുടൽ പൊള്ളകളിലേക്ക് ചോറും ചുട്ട കരിവാടും കുത്തി നിറയ്ക്കുന്നതോർത്ത് പാറക്കുക്കികൾ മുഴുത്ത കല്ലുകൾ നുള്ളിക്കീറി ചല്ലിയാക്കി അത്താഴം തിരയുന്ന പെണ്ണുടലുകൾ. കുത്തോല മറവിൽ സൂര്യനെ
ഒളിച്ച് നോക്കുന്നവർ. അളന്നു തട്ടുന്ന ചല്ലിക്കൂനയ്ക്കൊപ്പം പെരുകുന്ന വിശപ്പിനെ ഉടുതുണിയാൽ മുറുക്കിക്കെട്ടി അളവ് കുറച്ചവർ. ചല്ലിപ്പൊടി വെളുപ്പിച്ച കറുത്ത മുല വായിൽ തിരുകി കല്ലടിത്താളത്തിൽ തളർന്ന് ഉറങ്ങുന്നോരുണ്ണികൾ. ഉപ്പ് ബാക്കിയാക്കി വിയർപ്പ് നീരൂറ്റി കടലിറങ്ങി വന്ന ഒരിളം കാറ്റ് മടങ്ങുമ്പോൾ മാധവ് പണിക്കരുടെ കല്ലുമല ഉറങ്ങാൻ പോകും. ഉപ്പ് ബാക്കിയാക്കി വിയർപ്പ് നീരൂറ്റി കടലിറങ്ങി വന്ന ഒരിളം കാറ്റ് മടങ്ങുമ്പോൾ മാധവ് പണിക്കരുടെ കല്ലുമല ഉറങ്ങാൻ പോകും. കല്ലടിക്കാരെ നോക്കി ഏഴാത്തക്കല്ലിലെ ചെല്ലപ്പനാശാരിയുടെ റേഷൻ കടയും ശ്രീധര പണിക്കരുടെ പലോചന കടയും മേരി മുക്കോത്തിയുടെ മീൻകുട്ടയിലെ ഉണക്കമീനും ഉറങ്ങാതിരിക്കും. പുഴുക്കലരിയും അരപ്പാനും തോർത്തിൽ കിഴികെട്ടി ഇടതു തോളിലും പാലില്ലാ മുലകളോട് മല്ലടിച്ചുറങ്ങിയ ഉണ്ണികളെ വലതു തോളിലും ചുമന്ന് കല്ലടിക്കാർ കൂര തേടി വരിവയ്ക്കും. കല്ലടിക്കാരുടെ കൂരകളിൽ കണ്ണുനീറാൻ വിധിച്ച കൊതുമ്പും കിലാഞ്ഞിലും കോഞ്ഞാട്ടയും കുറ്റുമടലും ഓലത്തുമ്പും പുറമ്പോക്ക് വിളകളിൽ കാത്തുകിടക്കും. വെളുത്ത ചല്ലിപ്പൊടി ഒഴുകിയിറങ്ങി കറുക്കുന്ന പെണ്ണുടലുകൾ കാണാൻ നരച്ച പുരുകപ്പുറത്ത് കൈകൾ കുറിപ്പിച്ച് വലിയ കുളം കാത്തിരിക്കും. പിള്ളേളെയും കുളിപ്പിച്ച് അടിച്ചു നനച്ച് 501 ബാർ സോപ്പ് ചകിരിയിൽ ഉരച്ച് അവർ അന്യോന്യം കുറുക്കുകൾ തേച്ചു മിനുക്കും. മണ്ണെണ്ണ വെട്ടത്തിൽ വിരലുറിഞ്ചി സ്ലേറ്റിന്റെ നെഞ്ചത്ത് തറാപറ എറിഞ്ഞിരിക്കുമ്പോൾ ബാർ സോപ്പിന്റെ മണത്തിനൊപ്പം അമ്മച്ചി ഇത്തിരി തീ എന്നൊരു കെഞ്ചൽ ഇറയാം കയറി അടുക്കളയിലോട്ട് ഓടിപ്പോകും. തൊണ്ടിൽ പൊതിഞ്ഞ് അമ്മ നീട്ടുന്ന കനലുമായി പിന്നെ കുടിയിലേക്ക് ആർത്തി പൂണ്ട് ഒരു ഓട്ടമാണ്. ഓലക്കതക് ചാക്കൂൽ പൂട്ടഴിച്ച് ചാരി വയ്ക്കും. തൊണ്ടിൻ പൊതി കുടഞ്ഞ് പുകയുന്ന കനലുകൾ തലേന്നു കെട്ട അടുപ്പിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റും. തൊള്ളകീറി പിള്ളയുടെയും കുഴലൂതി തള്ളയുടെയും തൊണ്ട പൊട്ടും. മഴ തിളച്ചു തൂവി കുതിർന്ന പതാമ്പുറം അനന്നനന്നു വരും. പാവാട വേണം, മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക്. വലിയ കുളത്തിൽ നിന്ന് അങ്ങാടിയിലെ പാട്ട് ഒഴുകി വരുമ്പോൾ കരുതാം തമരടിക്ക് മാമ്പറന്നോന്മാർ കുടിയും കുളിയും കഴിഞ്ഞ് കുടി കയറാറായി. ഇന്ന് മധോപ്പണിക്കനും കല്ലുമലയും കുഴിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ കല്ലടിക്കാരും തമര പൊട്ടിയ മല പോലെ കൂട്ടുപിരിഞ്ഞ് ചിതറിപ്പോയി. കല്ലുമല ഇപ്പോൾ മലങ്കുഴിയാണ്. നോവുപ്പുറഞ്ഞു കൂടിയതിനാലാവാം സൂര്യൻ ഇത്രയും അനത്തിയിട്ടും മലങ്കുഴിയിലെ വെള്ളം ചൂടാവുന്നതേയില്ല. കല്ലുമല ഇപ്പോൾ മലങ്കുഴിയാണ്. നോവുപ്പുറഞ്ഞു കൂടിയതിനാലാവാം സൂര്യൻ ഇത്രയും അനത്തിയിട്ടും കല്ലടിക്കാരൻ്റെ അടുപ്പ് പോലെ മലങ്കുഴിയിലെ വെള്ളവും ചൂടാവുന്നതേയില്ല. നന്ദി, നമസ്കാരം. ആ നാട്ടിലെ മനുഷ്യരുടെയൊക്കെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കവിത പങ്കുവച്ച ജഗദീഷ് കോവളത്തിന് നന്ദി. അടുത്ത കവിത ചൊല്ലുന്നത് രാധാകൃഷ്ണൻ കെ. ദൈവങ്ങൾ നമുക്ക് വർണ്ണം പകരുമ്പോൾ രാധാകൃഷ്ണൻ ദൈവങ്ങൾക്ക് വർണ്ണം പകരുകയും അതിന് ശില്പചാരുതി പകരുകയും ചെയ്യുന്ന കവിയും കഥാകൃത്തുമാണ്. അദ്ദേഹത്തിന് സ്വാഗതം. ഇന്നിവിടെ പുതിയൊരു കവിതാ സമാഹാരം ജീവൻ വയ്ക്കുകയാണ്. അതിൻ്റെ രചയിതാവ് ശ്രീ ദീപ്തി ശശിധരന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കവിത ഇവിടെ ആലപിക്കുകയാണ്. കനവ്. സ്വപ്നം കാണാത്ത ആരും തന്നെ നമ്മളിലില്ല. നമ്മൾ പലതരത്തിലുള്ള സ്വപ്നങ്ങളാണ് കാണാറ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണാൻ, അതാണ് കാഴ്ച. കനവ് എന്നാണ് കവിത എടുക്കുക. കാഴ്ചകൾക്കായി കനവിൽ ജാലകപ്പഴുതു തുറന്നിട്ടിരിക്കുന്നു. കനവിൽ നിലാവു കാലൂന്നും വർണ്ണങ്ങൾ പുഞ്ചിരിച്ചും കലമ്പിയും മുടിയഴിച്ചുലച്ചു മലസമായി വാനിൽ വാരി വിതറി നിൽക്കേ. ഉശാണ്ടി പിശാചുക്കൾ നിറഞ്ഞാടിയ കിനാവുകൾ കാഴ്ചതൻ കുരവള്ളി പൊട്ടിച്ചുണർന്നിരിക്കേ. ഉശാണ്ടി പിശാചുക്കൾ നിറഞ്ഞാടിയ കിനാവുകൾ കാഴ്ചതൻ കുരവള്ളി പൊട്ടിച്ചുണർന്നിരിക്കേ.
കരിവാവിലിഴയും കാളസർപ്പം കരുന്തേളു കുത്തി പുളഞ്ഞിരിക്കേ. കരിവാവിലിഴയും കാളസർപ്പം കരുന്തേളു കുത്തി പുളഞ്ഞിരിക്കേ. ഇന്നെന്റെ കാഴ്ചയിൽ തെളിമിന്നും നാഗമാണിക്യത്തിൻ്റെ നിഴലു മാത്രം. ഭൂതങ്ങളമറും താഴ്വരകളിൽ ഇപ്പോഴും തീമഴ പെയ്യുന്ന കുളിരു മാത്രം. ഭൂതങ്ങളമറും താഴ്വരകളിൽ ഇപ്പോഴും തീമഴ പെയ്യുന്ന കുളിരു മാത്രം. പനങ്കുലകൾ ഉലച്ചുകൊണ്ടമറുന്ന യക്ഷികൾ പനങ്കുലമുടികൾ പറിച്ചെറിയേ. പിളർന്ന വായില് കോമ്പല്ലിറ്റിച്ച ചോര പനയോല കുടിച്ചിരിക്കേ. പനകൾ ഉലച്ചുകൊണ്ടമറുന്ന യക്ഷികൾ പനങ്കുലമുടികൾ പറിച്ചെറിയേ. പിളർന്ന വായിലെ കോമ്പല്ലിറ്റിച്ച ചോര പനയോല കുടിച്ചിരിക്കേ. കുറ്റിക്കാടു വകഞ്ഞു കുറുനരി ഓരിയിട്ടം വിളി പകച്ചു നിൽക്കേ. കാമുകി കനക വഴികളിറങ്ങുന്നതും കാത്ത് കണ്ണുകൾ ചൂഴ്ന്നിരിക്കേ. കാമുകി കനക വഴികളിറങ്ങുന്നതും കാത്ത് കണ്ണുകൾ ചൂഴ്ന്നിരിക്കേ. രാത്രിതൻ വന്യത വകഞ്ഞ നിലാവിൽ ഇരുൾ പകുത്ത കിനാവിൽ നിശതൻ മാന്ത്രിക മയക്കത്തിൽ ഞാൻ തിരിയേ. രാത്രിതൻ വന്യത വകഞ്ഞ നിലാവിൽ ഇരുൾ പകുത്ത കിനാവിൽ നിശതൻ മാന്ത്രിക വലയത്തിൽ ഞാൻ തിരിയേ. നന്ദി, നമസ്കാരം. ഒരു കാലത്ത് നമ്മെ ഭയപ്പെടുത്തുകയും നമ്മെ ഉറക്കം കെടുത്തുകയും ചെയ്ത ഒരു സാംസ്കാരിക ജീവിതത്തെ അടയാളപ്പെടുത്തിയ രാധാകൃഷ്ണൻ കെയുടെ കവിതയ്ക്ക് നന്ദി. അടുത്ത കവിത ചൊല്ലുന്നത് കലിയൂർ വിശ്വംഭരൻ. കവിതയോടുള്ള അമിതമായ ആസക്തി കൊണ്ട് മറ്റെല്ലാം മറന്ന് സമർപ്പിതമായ സാഹിത്യ പ്രവർത്തനം നടത്തുന്ന കലിയൂർ വിശ്വംഭരൻ നിങ്ങളുടെ മുന്നിൽ കവിത അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തക പ്രകാശനത്തിന് എന്നെയും ക്ഷണിച്ചതിന് ദീപ്തി ശശിധരന് പ്രത്യേകം നന്ദിയും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഒരു കവിതയാണ് ചൊല്ലാൻ വിചാരിച്ചു വന്നപ്പോൾ സാറ് 2 കവിത ചൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹനദിയായ അമ്മയുടെ ചരണങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും സങ്കല്പിച്ചുകൊണ്ടും അമ്മതൻ രോദനം എന്ന കവിത ഇവിടെ അവതരിപ്പിക്കുന്നു. അമ്മയെക്കുറിച്ച് തന്നെ ജ്ഞാനപ്രകാശം എന്നുള്ള കവിത. വാതിൽ തുറന്നു ഞാൻ നോക്കുമ്പോഴൊക്കെയും വാരിപ്പുണരുമെന്നമ്മതന്നോർമ്മകൾ. വാത്സല്യരൂപിയെ ഓർക്കുമ്പോഴെല്ലാം എന്നാത്മാവിലൂറും അമ്മിഞ്ഞ പാൽക്കുടം. വാതിൽ തുറന്നു ഞാൻ നോക്കുമ്പോഴൊക്കെയും വാരിപ്പുണരുമെന്നമ്മതന്നോർമ്മകൾ. വാത്സല്യരൂപിയെ ഓർക്കുമ്പോഴെല്ലാം എന്നാത്മാവിലൂറും അമ്മിഞ്ഞ പാൽക്കുടം. ജീവിച്ചിരിക്കെ പലകാലം ഭൂമിയെ സേവിച്ചു നിരന്തരം കർമ്മങ്ങൾ ചെയ്തമ്മ. ധ്യാനിച്ചു നിത്യവും നാമം ജപിക്കുമ്പോൾ സ്നേഹത്തിൻ പാലാഴിയാണമ്മ. ജീവിച്ചിരിക്കെ പലകാലം ഭൂമിയിൽ സേവിച്ചു നിരന്തരം കർമ്മങ്ങൾ ചെയ്തമ്മ. ധ്യാനിച്ചു നിത്യവും നാമം ജപിക്കുമ്പോൾ സ്നേഹത്തിൻ പാലാഴിയാണമ്മ. ഞാനേറെ ദോഷങ്ങൾ ചെയ്തിട്ടും എപ്പോഴും ജ്ഞാനപ്രകാശമായി വഴികാട്ടി നിന്നമ്മ.
ശേഷക്രിയകൾ വഴിയെ കഴിക്കാത്തൊരു ദോഷം അനുഭവിക്കുന്നു ഞാൻ പാപിയായി. ശേഷക്രിയകൾ വഴിയെ കഴിക്കാത്തൊരു ദോഷം അനുഭവിക്കുന്നു ഞാൻ പാപിയായി. അമ്മ തൻ മേന്മകൾ ചിന്തിച്ചു ചിന്തിച്ചു ദുഃഖം കലർന്നു തളർന്നുറങ്ങി ഞാൻ. എന്നെ ആ മടിയിലിരുത്തിയൻ നെറുകയിൽ മെല്ലെ തലോടി പുണർന്നമ്മയൻ സ്വപ്നത്തിൽ. അമ്മ തൻ മേന്മകൾ ചിന്തിച്ചു ചിന്തിച്ചു ദുഃഖം കലർന്നു തളർന്നുറങ്ങി ഞാൻ. എന്നെ ആ മടിയിലിരുത്തിയൻ നെറുകയിൽ മെല്ലെ തലോടി പുണർന്നമ്മയൻ സ്വപ്നത്തിൽ. പിന്നെ പുലർക്കാലെ പൂവുകൾ വിടർന്നപ്പോൾ പിന്നെയും ഓർമ്മകൾ മെല്ലെ തലോടുന്നു. ഖേദമുണ്ടമ്മയെ കാണാൻ എന്നുള്ളിൽ, ബാഷ്പഗണങ്ങൾ നിറയുവൻ കൺകളിൽ. പിന്നെ പുലർക്കാലെ പൂവുകൾ വിടർന്നപ്പോൾ പിന്നെയും ഓർമ്മകൾ മെല്ലെ തലോടുന്നു. ഖേദമുണ്ടമ്മയെ കാണാൻ എനിക്കുള്ളിൽ, ബാഷ്പഗണങ്ങൾ നിറയുവൻ കൺകളിൽ. ദുഃഖമെന്നെ പിരിയുന്നിൽ ഒരിക്കലും, വിട്ടുപോകല്ല എൻ ചൈതന്യ സങ്കല്പമേ. ദുഃഖമില്ലൊരിക്കലും, വിട്ടുപോകല്ല എൻ ചൈതന്യ സങ്കല്പമേ. അമ്മ സൂക്ഷിക്കും ഞാൻ ഒരു പിടി കണ്ണുനീർ പൂക്കളാലെന്നുമെന്നും. അമ്മ തൻ ഓർമ്മകൾ സൂക്ഷിക്കും ഞാൻ ഒരു പിടി കണ്ണുനീർ പൂക്കളാലെന്നുമെന്നും. ഞാൻ ഒരു പിടി പൂക്കളാ കണ്ണുനീരെന്നുമെന്നും. അച്ഛനെ കണ്ട കാലം ഓർമ്മയില്ല. അയൽവീടുകളിലെ കുട്ടികൾ അച്ഛൻ്റെ വിരലിൽ തൂങ്ങി നടക്കുന്ന കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. വിശപ്പ് സഹിക്കാതായപ്പോൾ ഞാൻ ആ കായലോരത്ത് വഴിക്കണ്ണും നോക്കിയിരിക്കുമായിരുന്നു. അച്ഛൻ ഈ ലോകത്തെവിടെയെങ്കിലും കാണുമോ എന്ന് സംശയമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ബാക്കി. രക്തബന്ധത്തെ പോലും പുച്ഛിക്കും വിധം എൻ്റെ മനസ്സിൽ ആളിക്കത്തുന്നത് കവിതയാണോ കഥയാണോ യഥാർത്ഥ ജീവിതമാണോ ഒന്നും അറിയില്ല. ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം തീരുന്നില്ല, കർമ്മം കൂടി ചെയ്യണം. പിടിച്ചേറ്റുന്ന ബാല്യത്തിൽ ഓർത്തിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ. ഓളങ്ങൾ തൊട്ടു തലോടുന്ന രാത്രിയിൽ കാത്തിരുന്നു കായലോരത്തു ഞാൻ എൻ്റെ അച്ഛനെ. ഓർമ്മകൾ കൈപിടിച്ചേറ്റുന്ന ബാല്യത്തിൽ ഓർത്തിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ. ഓളങ്ങൾ തൊട്ടു തലോടുന്ന രാത്രിയിൽ കാത്തിരുന്നു കായലോരത്തു ഞാൻ എൻ്റെ അച്ഛനെ. അച്ഛനെ തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ നിത്യവും അതിശേവ വാക്കുകൾ കേട്ടു ഞാൻ. അച്ഛനെ തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ നിത്യവും അതിശേവ വാക്കുകൾ കേട്ടു ഞാൻ. ദുഃഖവും പൂണ്ടമ്മ കോപിച്ചിരിക്കുമ്പോൾ പച്ചയായെന്തോ പ്രതികരിച്ചിരുന്നു ഞാൻ. ഞാനും എന്നമ്മയും ജ്യേഷ്ഠനും കൂടി ആരും ചുമക്കാത്തൊരു നൊമ്പരം താങ്ങി. നീറിപ്പുകഞ്ഞും കനൽ കട്ട പോലിഴഞ്ഞും തേങ്ങിക്കരഞ്ഞുമേ വിമാമലക്കീഴിൽ. പൊട്ടിയ താലിച്ചരടുമായി എന്നമ്മ കളപ്പച്ചടി കാച്ചി നൽകി ഞങ്ങളെയും ഉറക്കുമ്പോൾ മണ്ണെണ്ണ പറ്റിയ കരിന്തിരി വെട്ടത്തിൽ ഒത്തിരി നക്ഷത്രമെണ്ണിയ മഴക്കാല രാവുകൾ. ഏറെ ഹിന്നനായി വയറും എരിഞ്ഞു ഞാൻ ദൂരയാട്ടാറിട്ട റോട്ടിൽ കിടന്നപ്പോൾ വേവുന്ന വേനലിൽ വേരൊട്ടിയ മരം പോലെ വാടിയ മലരായി നീറിത്തളർന്നു ഞാൻ. കാറ്റത്തടുക്കാത്ത തോണിയെ പോലെ ഞാൻ ആഴത്തിൽ വിതുമ്പി കായലോരത്തിരുന്നപ്പോൾ ഉറ്റവരായിട്ടൊരുത്തരും തുണച്ചില്ല എന്നെ. ഉൾക്കരുത്തോടെ അനുഗ്രഹിച്ചില്ല എന്നെ ആരും.
അച്ഛൻ മഹാവിദ്വാൻ, ബുദ്ധിമാൻ, ശക്തിമാൻ, നിശ്ചയം ആർക്കും അറിഞ്ഞുകൂടാത്തവൻ. ഒട്ടേറെ പാഴ്ഭൂമി താണ്ടി ഞാൻ തിരഞ്ഞിട്ടും ഒട്ടുമേ കണ്ടതില്ല എന്നച്ഛനെ ഇന്നേ വരെയും. ഒട്ടേറെ പാഴ്ഭൂമി താണ്ടി ഞാൻ തിരഞ്ഞിട്ടും ഒട്ടുമേ കണ്ടതില്ല എന്നച്ഛനെ ഇന്നേ വരെയും. ഒട്ടുമേ കണ്ടതില്ല എന്നച്ഛനെ ഇന്നേ വരെയും. നന്ദി, നമസ്കാരം. അലിവിൻ്റെ, ആർദ്രതയുടെ, വാത്സല്യത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെയൊക്കെ വൈകാരിക രൂപമായ മാതാവിനെയും പിതാവിനെയും കുറിച്ചുള്ള 2 കവിതകൾ അവതരിപ്പിച്ച കലിയൂർ വിശ്വംഭരന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ കവിയരങ്ങിൽ കവിത ചൊല്ലിയ പ്രസീത, ജഗദീഷ് കോവളം, കലിയൂർ വിശ്വംഭരൻ, രാധാകൃഷ്ണൻ കെ എന്നിവർക്ക് സ്നേഹപൂർണമായ നന്ദി അറിയിക്കുന്നു. ദീപ്തി ശശിധരൻ്റെ അക്ഷരങ്ങളുടെ അവകാശി എന്ന കാവ്യ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ സമാരംഭിക്കുകയാണ്. ഈ ചടങ്ങിലെ വിശിഷ്ട അതിഥികളായി ക്ഷണിക്കപ്പെട്ട എല്ലാവരും തന്നെ വേദിയിലേക്ക് വന്നിരിക്കണമെന്ന് സ്നേഹാദരങ്ങളോടെ അഭ്യർത്ഥിക്കുന്നു. ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് ആദരപൂർണമായ സ്വാഗതം അർപ്പിക്കുന്നതിന് ഒരുപക്ഷെ ഈ ചടങ്ങുകൾക്കെല്ലാം ചുക്കാൻ വഹിക്കുന്ന അരവിന്ദ് സൂര്യയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സതീഷ് കടാരക്കുഴി, സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. മൈക്ക് പ്രശ്നമാണ്. വിറയിലുള്ള ആളായത് മൈക്കിനും വിറയിലാണ്. പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിലെ വരകൾ എൻ്റേതാണ്. കവിതകൾ നല്ല നല്ല കവിതകളാണ്. വരകളും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ, കവിതകൾ നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് നല്ല കവിതകളാണ് എല്ലാവരും വായിക്കുന്നത്. പിന്നെ ഇവിടെ പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേർന്ന മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കടയെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടി എത്തിയ പ്രിയ കവി, മലയാള മിഷൻ രജിസ്ട്രാറുമായ വിനോദ് വൈശാഖിയെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പുസ്തക പരിചയം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ തന്നെ കവിയും നോവലിസ്റ്റുമായ പ്രിയപ്പെട്ട ജഗദീശനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കാൻ വേണ്ടി എത്തിയ മലയാളം അക്ഷരം ഓൺലൈൻ ചീഫ് എഡിറ്റർ KG സൂരജ് മാഷിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കന്യാകുളങ്ങര HSലെ HM ശ്രീമതി ഷിജു എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേർന്ന ഞങ്ങളുടെ ടീച്ചർ കൂടിയായ പ്രസന്ന ടീച്ചറിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നന്ദി പറയുന്നതിന് വേണ്ടി എത്തിയ ബീന മാനവീയം, അദ്ദേഹത്തിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കാനെത്തിയ സഹപാഠികളും സഹപ്രവർത്തകരുമായിട്ടുള്ള എല്ലാ വ്യക്തികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, പക്ഷെ അധ്യക്ഷനെ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ആർദ്രമാകുന്ന
ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ദീപ്തി ശശിധരൻ എന്ന് അനുഭവത്തിലൂടെയല്ല, കവിതകളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെയും മനുഷ്യരെയും പ്രകൃതിയെയും തന്നെ അലിവോട് നോക്കുന്ന ഈ ഹൃദയം മനുഷ്യരുടെ വേദനകൾ കണ്ട് സ്വയം വേദനിക്കുന്ന മനസ്സിന് ഉടമ കൂടിയാണ് എന്ന് വിചാരിക്കുന്നു. പഴയ കാലത്തിൻ്റെ നേരുകളിലും പുതിയ കാലത്തിൻ്റെ പ്രകൃതിയുടെ സൗന്ദര്യാഭകളിലും ഋതുഭേദങ്ങളുടെ വർണ്ണപ്പക നിറഞ്ഞൊഴുകുന്ന ഈ കവിയുടെ പുതിയ കാലത്തിൻ്റെ രൂക്ഷതകളോട്, ഭയാകുലതകളോട്, അതിൻ്റെ ആ ഒരു ശക്തിയോടുകൂടി പ്രതികരിക്കാൻ അത്ര കണ്ട് മനസ്സ് വയ്ക്കുന്നില്ല. ഒരുപക്ഷെ ആ കവിയുടെ ഇഷ്ടവും സ്വാതന്ത്ര്യവും ആയിരിക്കാം അത്. എങ്കിലും പുതിയ കാലത്ത് നീറുന്നതായ പ്രശ്നങ്ങളെ അതിശക്തമായി വൈകാരിക തീവ്രതയോടെ അവതരിപ്പിക്കുന്ന കൂടുതൽ കരുത്തുള്ള കവിതകൾ ഈ കവിയിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കവയത്രിയുടെ ആദ്യ കവിതാ സമാഹാരത്തിൻ്റെ പ്രമുക്തി കർമ്മം നിർവഹിക്കുന്നതിന് കവി എന്ന് പറഞ്ഞാൽ പോരാ, മലയാള കവിതയെ ഏറ്റവും ജനകീയവും ജനപ്രിയമാക്കുകയും കവിതയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന പെർഫോമൻസ് പോയട്രി എന്നത് ഏറ്റവും ശക്തമായി നമ്മുടെ വേദികളിൽ തെളിയിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ ലോക കവിയായ മുരുകൻ കാട്ടാക്കടയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മലയാളം മിഷൻ്റെ രജിസ്ട്രാറും കേരളം ചർച്ച ചെയ്യപ്പെടുന്ന കവിയും മലയാളം എന്നും ആഗ്രഹിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനും ഒക്കെയായ വിനോദ് വൈശാഖിയാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത്. ഈ രണ്ട് കർമ്മങ്ങളും നിർവഹിക്കുവാൻ ഇരുവരെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കവിയെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് സംവദിക്കാൻ ശ്രീ മുരുകൻ കാട്ടാക്കട ഇതാ വേദിയിൽ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സതീഷ് ഡയറക്ടറി, സ്വാഗതം അർപ്പിച്ച അരവിന്ദ് സൂരി, പുസ്തകം ഏറ്റുവാങ്ങിയ സമാരാധ്യനായ ശ്രീ വിനോദ് വൈശാഖി, പുസ്തകപരിചയം നടത്തുന്ന ശ്രീ ജഗദീഷ് കോവളം, ശ്രീ അനൂപ് കോവളം, കാവ്യാലാപനം നടത്തുന്ന പ്രസീത, ആശംസകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട KG സൂരജ്, ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ, ശ്രീമതി ജിഷു, ശ്രീമതി പ്രസന്നകുമാരി, ശ്രീ ശശിധരൻ, ബീന, പ്രിയപ്പെട്ട അനുജത്തി ബീന മാനവീയ, മറ്റു പ്രിയപ്പെട്ട അപ്പോൾ ഈ അക്ഷരങ്ങളുടെ അവകാശി എന്ന ദീപ്തി ശശിധരൻ്റെ പുസ്തകം ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. നിങ്ങൾ പുസ്തകം പൈസ കൊടുത്ത്, കാശ് കൊടുത്ത് വാങ്ങി വായിക്കണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ദീപ്തി ഇതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി കോപ്പി നിങ്ങൾക്ക് തരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങരുത്. അത് വാങ്ങാതെ നേരിട്ട് കാശ് കൊടുത്ത് ഈ പുസ്തകമാണ്. കാരണം പുസ്തകം അങ്ങനെ വിറ്റു പോകേണ്ടതാണ്. ഈ പുസ്തകത്തിനും ഒരു കമ്പോളം ഉണ്ടാകേണ്ടതാണ്. പുസ്തകത്തിന് കമ്പോളം ഉണ്ടാകുമ്പോഴാണ് എഴുത്തുകാരൻ ജീവിക്കുന്നത്. എഴുത്തുകാരൻ്റെ അതിജീവനമാണ് പുസ്തകത്തിൻ്റെ കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോളം എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന വാക്ക്
വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. പക്ഷെ എല്ലാ മാർക്കറ്റും അത്ര മോശമല്ല. ഇപ്പൊ പുസ്തക ചന്ത എന്ന വാക്ക് അത്ര നല്ല രീതിയിലല്ല ഈ കാലഘട്ടത്തിൽ. ചന്ത എന്ന വാക്കിനെയല്ല ഞാൻ പറയുന്നത്, വാക്കിന്റെ ആ സൂക്ഷ്മാർത്ഥത്തിലല്ല. ചന്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ അവബോധം ഒരു പരിധിവരെ അത്ര ശുഭകരമല്ലാത്ത ഒരു ലോകത്തിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നാട് ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ചന്തയായി മാറിയിട്ടുണ്ട്. കൊള്ളാവുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കാശുള്ളവർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ കോവളത്തു നിന്നാണ് ഈ കവി. അപ്പോൾ കോവളം എന്ന് പറയുന്ന പ്രകൃതിദത്തമായ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ പ്രകൃതിദത്തമായ എന്താണത് മക്കള് പറ എന്താ ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഏതാണ് തുറമുഖങ്ങളിൽ ഒന്നാണ്. അതും ഏറ്റവും നാച്ചുറലായിട്ട് ആരും കുഴിച്ചുണ്ടാക്കാതെ പ്രകൃതിദത്തമായ ആഴമുള്ള. എന്തിനാണ് അങ്ങനെ ആഴം നോക്കി ചില ആളുകൾ വരുന്നത്? ഈ മദർ ഷിപ്പുകൾ എന്ന് പറയും. വലിയ ഷിപ്പുകളെ തന്നെ കൊണ്ടുവരുന്ന വലിയ ഷിപ്പുകൾ. അവ വരുമ്പോൾ നല്ല ആഴം ഉണ്ടാവണം. അങ്ങനെ ആഴമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തുറമുഖമാണ് നമ്മുടെ. ആ തുറമുഖത്തെ വാങ്ങാൻ ആൾ വന്നു. ഈ വാങ്ങാനുള്ള ഒരു ചന്തയായി നമ്മുടെ ഇന്ത്യ മാറി തുടങ്ങിയിട്ട് കുറെ കാലമായി. നേരത്തെ നമ്മുടെ രാജ്യത്തിന് ദേശസാൽക്കരണമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം രാജ്യത്തിൻ്റെതാക്കുക. അതായത് സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ ബാങ്കുകളെ ഒരു ഭരണാധികാരി എന്ത് ചെയ്യുന്നറിയോ? പിടിച്ചെടുത്തിട്ട് 20 ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ഇത് രാജ്യത്തിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യത്തിന്റെ പൊതുസ്വത്താക്കിക്കൊണ്ടിരുന്ന ഒരു നാടിനെ ആ പൊതുസ്വത്തുകളെയെല്ലാം തെരുവിൽ കൊണ്ടുവച്ചിട്ട് വിൽക്കാൻ വയ്ക്കുകയും താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള വിലയ്ക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കമ്പോളമായി നമ്മുടെ നാട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചന്ത എന്ന വാക്ക് വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടത്. പക്ഷേ പുസ്തക ചന്ത എന്ന വാക്കിനെ അവിടെ, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യത്തിനും മറ്റൊരു വശം കൂടി ഉണ്ട്. പുസ്തക ചന്ത എന്ന് പറയുന്നത് നിർബന്ധം. ഇന്ന് കേരളത്തിൽ ധാരാളമായി വിപുലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പുസ്തക ചന്ത. കാട്ടാൻ പുസ്തകമേള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു പുസ്തകമേളയുണ്ട്. എത്ര ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള പുസ്തകമാണെന്നറിയാമോ? അതിന്റെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ധാരാളമായി പുസ്തകം വായിക്കപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ദീപ്തിയുടെ പുസ്തകം കോംപ്ലിമെന്ററി ആയി കോപ്പി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയണം വേണ്ട, ഞാൻ പുസ്തകം വില കൊടുത്ത് വാങ്ങുന്നു എന്ന് പറയണം. നിങ്ങൾ എന്നിട്ട് ഇന്ന് തന്നെ ഇത്രയും പേര് തന്നെ ഇപ്പോൾ ഇവിടെ 50-60 പേര് 70 പേരുണ്ട്. അപ്പൊ ഈ 70 പേര് ഈ പുസ്തകം വില കൊടുത്ത് വാങ്ങിയാൽ തന്നെ ഒരു കവി അയാളുടെ സർഗപ്രക്രിയയിലൂടെ അയാളുടെ ആവിഷ്കാരത്തിന് ആവശ്യമായ സന്ധാരണം അയാൾക്ക് കിട്ടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ വയ്ക്കണം. അതുകൊണ്ട് കവി എന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കണം. വായിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ആളായതുകൊണ്ട് ദീപ്തിയോട് ഈ പുസ്തകത്തിലെ കവിതകളെ കുറിച്ച് നിങ്ങൾ പറയണം. അതിലെ നന്മകളെ കുറിച്ച് പറയാൻ കഴിയുന്നവർ അതിന്റെ നന്മകളെ കുറിച്ച് പറയണം. അതിന്റെ പോരായ്മകളെ വിലയിരുത്താനുള്ള ശേഷി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ഒരു കവിയെ മറ്റൊരു കവിയല്ല വിലയിരുത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പുസ്തകത്തിലെ കവിതകളെ ഞാൻ വിലയിരുത്തുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഞാനൊരു കവിയാണ്. ഞാൻ കവിത രചിക്കുന്ന രീതിയിലേ ആയിരിക്കില്ല വിനോദ വൈശാഖി കവിത രചിക്കുന്നത്. അതുകൊണ്ട് വിനോദ വൈശാഖി രചിക്കുന്ന രീതി ശരിയല്ല എന്ന് പറയാൻ മറ്റൊരു കവിയായി എനിക്ക് യാതൊരു റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലല്ല കവികൾ കടന്നു പോകുന്ന ഈ കാലം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വാർത്ഥമായ കാര്യങ്ങളെയും നമ്മുടെ കാമനകളെയും നമ്മുടെ ചിന്തകളെയും എല്ലാം ആവിഷ്കരിച്ച് വെക്കാൻ മാത്രമുള്ള ഒരു മാധ്യമമായിട്ട് മാത്രം കവിതയെ കവികൾ എഴുത്തിനെ കാണരുത് എന്ന് പറയാം. കാരണം അല്ലാതെ ഒരു വലിയ ഉത്തരവാദിത്വം, വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ എഴുത്തുകാർക്കുള്ള ഒരു കാലമാണിത്. അത് എഴുതാൻ പറ്റാനുള്ള സ്പേസിനെങ്കിലും നമുക്ക് നിലനിർത്തണ്ടേ? അല്ലെങ്കിൽ നമുക്ക് എഴുതാനുണ്ടോ? നമുക്ക് എഴുതാൻ കഴിയുമോ? എഴുതാനെങ്കിലും കഴിയണമെന്നെങ്കിലും വിചാരിക്കണ്ടേ? ആളുകൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയണമെന്ന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് നമ്മളെല്ലാം ശ്രമിക്കേണ്ടത്. അതിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ നമുക്ക് നാളെ എഴുതാനുള്ള ശേഷിയെങ്കിലും കഴിവിനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെങ്കിലും നിലനിർത്തണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെയാണെന്ന് പറഞ്ഞ് ഉറക്കെ ഒരു വളരെ ശക്തമായ ഒരു കവിത 20 വർഷത്തിന് ശേഷം എഴുതി പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്ന് ഇപ്പൊ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ NCERT സിലബസിൽ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെയാണെന്ന് പറയുന്നില്ല.
ഇനി പഠിപ്പിക്കാൻ പോകുന്ന ചരിത്രത്തിലൊന്നും ഒരിടത്തും പാഠപുസ്തകങ്ങളിൽ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ ആണെന്ന് പറയുന്നില്ല. ഗാന്ധിജി അന്തരിച്ചു എന്നാണ്. 1948 ഇന്ന ദിവസം ഗാന്ധിജി അന്തരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ. ഇതുവരെ ഉണ്ടായിരുന്ന അങ്ങനെയല്ല. ഇന്ന ദിവസം ഇന്നതിടത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു മതഭീകരവാദിയായ ആള് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു എന്നാണ് നമ്മളെല്ലാം പഠിച്ചത്. ഇപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്ന ചരിത്ര പുസ്തകങ്ങളിലൊന്നും അങ്ങനെ ഇല്ല. ഉള്ളത് എന്താണ്? ഗാന്ധിയെ കുറിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ഇന്ന ദിവസം ഗാന്ധിജി എന്ത് ചെയ്തു? അന്തരിച്ചു എന്നാണ്. എങ്ങനെ അന്തരിച്ചു? അന്തരിക്കുന്ന എങ്ങനെയല്ല അന്തരിക്കാം? പ്രായമായി അന്തരിക്കാം, മരിച്ചു പോകാം, പ്രായ ആധിക്യത്താൽ അസുഖങ്ങൾ വന്ന് മരിക്കാം. മനുഷ്യൻ മരിക്കുന്നു, അതിനെന്താ ഇത്ര എന്താ അതിന് അത്രയ്ക്ക് ഇത് കൊടുക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിജി അന്തരിച്ചു എന്ന് മാത്രം എഴുതുന്നത് തെറ്റല്ലേ? ഗാന്ധിജി എങ്ങനെ എന്തിന് വൈ? അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചല്ലേ ഇത് നിങ്ങൾ ഇത്രയും നേരം പഠിച്ചത്? അദ്ദേഹം നൽകിയ സംഭാവനകൾ. അതുപോലെ മരിക്കുന്ന ആളുകൾ പല രീതിയിൽ മരിക്കാം എന്നാണ്. അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് ചോദ്യമുണ്ടാകും, എങ്ങനെ കൊല്ലപ്പെട്ടു, ആരാൽ കൊല്ലപ്പെട്ടു, കൊല്ലപ്പെടുന്നതിനുള്ള അതിന് അവരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ, അവരെ പ്രേരിപ്പിച്ച ആളുകളാരല്ല, എന്താണ് അതിന്റെ പിന്നിൽ എന്നെല്ലാം ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു, അന്തരിച്ചു എന്ന് മതി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഗോഡ്സെയെ കുറിച്ച് നിങ്ങൾ വല്ല വാദോരാതെ വർത്തമാനം പറയുകയും കവിത എഴുതുകയും നിങ്ങൾ അവസാനം സമ്മതിക്കേണ്ടി വരും. അതിന് ഒരു കാരണം കൂടെ ഉണ്ട്. സാധാരണ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ വന്നിരിക്കുന്ന ആളുകളുടെ മുഖഭാവമല്ല ദീപ്തിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ മുഖഭാവം. അതൊരു വ്യത്യാസമുണ്ട്. നിങ്ങളെല്ലാം വളരെ പ്രസന്റായും സന്തോഷത്തോടെ ഇരിക്കുന്നു. എനിക്ക് അത്ഭുതകരമായി തോന്നുന്നുണ്ട് അത്. കാരണം മറ്റത് എങ്ങനെയാണെന്നറിയാമോ? പലതരം ഭീഷണിപ്പെടുത്തലിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സാധാരണ പുസ്തക പ്രകാശന ആളുകൾ വന്നിരിക്കുന്നത്. പണ്ടാരം അടങ്ങി തീർന്നു കിട്ടിയെങ്കിൽ പോകാമായിരുന്നു, എണീറ്റ് പോയി കഴിഞ്ഞാൽ മറ്റേ കക്ഷി എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചു വരുന്ന ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അത് ഒരുത്തൻ മറ്റോ ഒരു ഘട്ടഘട്ട തീർന്നു രക്ഷപ്പെട്ടു, ഇനി മറ്റവൻ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ? അതിനെന്ത് നിങ്ങൾക്ക് ഇതിന് ശേഷം മുട്ടായി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തോ ഒരു കാര്യം എന്തായാലും ഉണ്ട്. അത് കാണുമ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെങ്കിലും ആ പ്ലസന്റ് ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കളയും? വർത്തമാനം പറഞ്ഞ് കൊന്നു കളയും. അതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നില്ല. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും ദീപ്തിക്ക് നല്ലതായിട്ട് ഈ ചിത്രങ്ങളും വളരെ നല്ലതാണ്. ഈ കവിതയുടെയും യഥാർത്ഥ അന്തരം കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ ചിത്രീകരണവും അതിഗംഭീരമാണ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ വളർച്ചയ്ക്ക് അത് വലിയൊരു നല്ല ഘടകമായിട്ട് കാണുന്നു. ഇത് ഉള്ളിലേക്ക് ഇറങ്ങി വായിക്കണമെന്ന് തോന്നാൻ ഈ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് ഈ പുസ്തകം 1.5 ആളിന്റെ പുസ്തകമാണ് എന്ന് കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കവിതയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ലോകം മുഴുവൻ പോകുമ്പോഴേ ഞാൻ സതീഷ് കിടാരക്കുഴിയുടെ കവിത ചൊല്ലാറുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു കവിത അത് വളരെ ഇപ്പൊ അത് അത്ര ഇല്ല, സ്ട്രൈക്കല്ല. കാരണം അതിൻ്റെയും കാലം അതിക്രമിച്ചു. നമ്മുടെ കമ്പോളം നമ്മുടെ മക്കളുടെ ഹൃദയത്തെ വേറെ രീതിയിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞു. അപ്പം ആ കവിതയുടെ പ്രസക്തി തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും അത് മുന്നോട്ട് അത് വളരെ സിമ്പിളാണ്. ഉണ്ണിക്കു പുതിയൊരു പേസ്റ്റ് വേണം അല്ലേ? അത് അങ്ങനെ ഉണ്ണിക്കു പുതിയൊരു സോപ്പ് വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം, ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി ശാഠ്യം ശമിപ്പിക്കാൻ സോപ്പ് വാങ്ങി. അമ്മ കുട്ടി ടി വി കാണുന്ന കണ്ടിട്ടാണ് അവൻ്റെ കാമനകൾ ഉണ്ടാകുന്നത്, അവൻ്റെ എല്ലാ ഉപഭോഗ ഭാവനകളും ഉണ്ടാകുന്നത്, അവൻ്റെ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്, അവനായി മാറുന്നത്. അവൻ കമ്പോളത്തിലെ ഉൽപ്പന്നമായും കമ്പോളത്തിലെ പിന്നെ ദാതാവായും മാറുന്നത് ഈ ടി വി കണ്ടിട്ടായിരുന്നു. ഇപ്പോൾ അല്ല, ഇപ്പം മൊബൈലിലാണ്. ഇപ്പം നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ സതീഷ് ആ കവിത എഴുതി ഇങ്ങനെ ഉണ്ണിക്കു പുതിയൊരു എന്താണ് ഓരോന്ന് പറയല്ലേ, അത് ടി വി കണ്ടതെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് എന്തായിരിക്കും അത് പറയുന്നത്? മൊബൈലിൽ കണ്ടത് തന്നെ വേണമെന്ന് അല്ലേ? ഇപ്പൊ അത് നമ്മളൊന്നും ടി വി കാണുന്നില്ല, അവരുടെ കാര്യം ഒതുക്കുന്നില്ല അല്ലേ? ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി ശാഠ്യം ശമിപ്പിക്കാൻ അമ്മ സോപ്പ് വാങ്ങി അല്ലേ? ഉണ്ണിക്കു പുതിയൊരു പേസ്റ്റ് വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം, ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി ശാഠ്യം ശമിപ്പിക്കാൻ പേസ്റ്റ് വാങ്ങി. പിന്നെ അടുത്ത് ഉണ്ണിക്കു പുതിയൊരു തോക്കു വേണം, ടിവിയിൽ കണ്ടതു തന്നെ വേണം, ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി
ശാഠ്യം ശമിപ്പിക്കാൻ തോക്ക് വാങ്ങി. അങ്ങനെ ഓരോന്ന് കൊടുക്കുന്തോറും ഉണ്ണിയുടെ ശാഠ്യം ഇങ്ങനെ കൂടി അവസാനം ഉണ്ണി ആവശ്യപ്പെടുന്ന, അമ്മയോട് ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും എന്നാണ് ആ കവിത തീരുന്നത്. ഉണ്ണിക്ക് പുതിയൊരു താടി വേണം. ഉണ്ണിക്ക് അവൾ വീട്ടിലൊരുത്തൻ കോല് പോലെ ഇരിപ്പുണ്ട്, പക്ഷെ ടി വിയിൽ ഗംഭീരം ഡാഡി വരെ ഈ സാധനം. അപ്പൊ അമ്മയോട് പറയണം, അമ്മ ഇത് എനിക്കും നല്ല സാധനം വേണം, ഇത് പോരാ. ഉണ്ണിക്ക് പുതിയൊരു ഡാഡി വേണം, ടി വിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്ക് വല്ലാത്ത ശാഠ്യമായി ശാഠ്യം ശമിപ്പിക്കാൻ എന്ത് ചെയ്യുമെന്നല്ലേ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ കവിത. അപ്പം അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നമ്മൾ ഈ കവിതയ്ക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യം അതാണ്. ഒരാൾ 3 മണിക്കൂർ 5 മണിക്കൂർ സുകുമാർ അഴീക്കോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം 3 മണിക്കൂർ സംസാരിച്ചതിനെ സതീഷ് കിടാരക്കുഴി വിചാരിച്ചാൽ 4 വാക്കുകളിൽ അല്ലെങ്കിൽ 4 വരികളിൽ നമ്മൾ ആ തലത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയും. അതാണ് കവിതയ്ക്കുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത്. ആ സൗകര്യത്തെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ നേരത്തെ സംസാരിച്ചതിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ എൻ്റെ കവിതകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കനൽപുട്ട കനൽപുട്ട എന്ന കവിതയിൽ കുറച്ച് വരി ചൊല്ലാം. അത് പിന്നെ പെൺമക്കളെ കുറിച്ചുള്ള കവിതയാണ്. സ്ത്രീധനത്തിന് അതിൻ്റെ കാലത്ത് കൊല്ലത്ത് കുറേ ആളുകൾ ഇങ്ങനെ മക്കൾ മരിച്ചത് കേട്ടിട്ട് ആ സമയത്താണ് എഴുതുന്നത്. പക്ഷേ ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിന് വേറെയും ഒരു ഘടകമുണ്ട്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന വൃത്തികേട് ഇപ്പോഴും നിലനിൽക്കുന്നു, അതിലുള്ള ദുഃഖമുണ്ട്. ഒപ്പം ഈ പ്രണയത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതിങ്ങനെയാണ്. പ്രണയത്തെക്കുറിച്ച് പലരും വൈശാഖി നന്നായിട്ട് പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ എന്നെ കൊണ്ട് എഴുതിയിട്ടുണ്ട്, എല്ലാവരും പ്രണയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, സൂരജ് എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. പക്ഷേ പ്രണയത്തെ സംബന്ധിച്ചുള്ള പല വെർഷനുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെർഷൻ ഞാൻ വായിച്ചിട്ട് ആരാണ് അതിൻ്റെ ആളെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വായിച്ചതിൽ നിന്നുണ്ടായ ഒരു കൺസെപ്റ്റാണ്. അതിങ്ങനെയാണ്: പണ്ട് ദൈവം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചത് ആണായോ പെണ്ണായോ അല്ലാത്രേ. ആദ്യമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനായോ സ്ത്രീയായോ അല്ല. പിന്നെ എങ്ങനെയായിരുന്നു? ഉഭയലിംഗ ജീവിയായിട്ടാണ് അത്രേ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യം ഉഭയലിംഗ ജീവി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവുമല്ലോ അല്ലേ? ഉഭയലിംഗ ഈ ചെടികളിൽ ഇപ്പോഴും ഉണ്ടത്. നമ്മുടെ മക്കൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നില്ലേ? 2 തരം ചെടികളുണ്ട്. സ്വയം പരാഗണം നടത്തുന്ന ചെടികളുണ്ട്, പിന്നെ എന്തുണ്ട്? പരപരാഗണം നടത്തുന്ന ചെടിയുണ്ട്. അങ്ങനെ സ്വയം പരാഗണം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉഭയലിംഗ ജീവിയായിട്ടാണ് അത്രേ ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ഉഭയലിംഗ ജീവിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ പവർ, അവന്റെ ബോധം കൊണ്ട്, മേധാശക്തി കൊണ്ട് പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടടക്കി കീഴടക്കാൻ തുടങ്ങിയത്രേ. ദൈവം പേടിച്ചു പോയി. ദൈവം നോക്കുമ്പോൾ കാണാൻ ഇയാൾ ലോകത്തിലെ എല്ലാ രഹസ്യങ്ങളും ഈ ജീവി കണ്ടെത്തുന്നു. ഇങ്ങനെ പോയാൽ അനധിവിദൂര ഭാവിയിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ സൃഷ്ടി തന്നെ അടിമയാക്കും എന്നൊരു പേടിയാക്കുമെന്നു ദൈവം പെട്ടെന്ന് ഈ സൃഷ്ടിയെ തിരിച്ചു പിടിച്ചു. ഈ മനുഷ്യൻ, ഉഭയലിംഗ ജീവിയായ മനുഷ്യനെ ദൈവം പെട്ടെന്ന് തിരിച്ചു പിടിച്ച് 2 പകുതിയായി വെട്ടി മുറിച്ചു. അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഒരു പകുതി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? അടർന്നു പോയിട്ടുണ്ട്. നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഒരു കൃത്യം പകുതി എന്ത് ചെയ്തിട്ടുണ്ട്? ആ പകുതിയെ കണ്ടെത്താൻ നമ്മൾ നടത്തുന്ന അന്വേഷണത്തിന്റെ പേരാണത്രേ പ്രണയം. കൃത്യമായി നമ്മളിൽ നിന്ന് അടർന്നുപോയ ആ പകുതി എവിടെ എന്ന അന്വേഷണമാണ് പ്രണയം. ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, അത് കൃത്യമായി അവരവരിൽ നിന്ന് അടർന്നുപോയ ആൾക്ക് പകുതി കണ്ടെത്തിയവർ എത്ര പേരുണ്ട്? കൈ ഉയർത്ത്. ഒരാളുണ്ട്, 2, 3. കോളത്ത് ഇത്രയും അന്തം വിട്ട കള്ളം പറയുന്ന 4 പേരുണ്ട്. ഇത്രയൊക്കെ പച്ച കള്ളം പറയുന്നവരെ, കണ്ണും അടച്ച് പച്ച വെളിച്ചത്തിൽ കള്ളം പറയുന്ന കോളത്ത് നിന്ന് സമ്മതിച്ചു കൊടുക്കണം. കണ്ടുപിടിച്ചെന്നു ഞാൻ കൃത്യം അന്വേഷിച്ച് നോക്കണം കേട്ടോ 4 പേരെ കുറിച്ച്. അങ്ങനെ കണ്ടെത്തിയിട്ടേ ഇല്ലെന്നാണ് ഇന്ന് വരെ മനുഷ്യനിൽ ആരും ആ കൃത്യമായി തന്നിൽ നിന്ന് തന്നെ അടർന്നുപോയ ആ കൃത്യം പകുതിയെ കണ്ടെത്തിയിട്ടില്ലെന്നാണ്. കണ്ടെത്തിയാൽ അന്നത്തെ ഉഭയലിംഗ ജീവിയുടെ ശക്തിയിലേക്ക് മനുഷ്യൻ ഉയരും. ആ നിലവാരത്തിലുള്ള സ്ത്രീ പുരുഷ തുല്യത ഉണ്ടാകുന്ന ഒരു കാലമുണ്ടായാൽ മനുഷ്യന്റെ മുന്നിൽ ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒരു രഹസ്യങ്ങളും ഉണ്ടാകില്ല. അത്രയ്ക്ക് ഉയർന്ന ഒരു അല്ലെങ്കിൽ ഒരു ജീവിയായി മനുഷ്യൻ മാറും. ഇതുവരെ ആരും അങ്ങനെ കണ്ടെത്തിയില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കോവളത്തുനിന്ന് 4 പേര് കണ്ടെത്തി. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിൽ സത്യസന്ധമായി ചോദിച്ചാൽ ഒരു 70% കണ്ടെത്തിയവർ എത്ര പേരുണ്ട്?
അപ്പർ ലിമിറ്റ് കണ്ടെത്തിയിട്ടുള്ളതായ അന്വേഷണങ്ങളിലുണ്ട്. 60% കണ്ടെത്തിയവരുണ്ട്. എത്ര പേരുണ്ട്? 50% ഏകദേശം ഞാൻ കണ്ടെത്തി എന്നുള്ള എത്ര പേരുണ്ട്? ആരുമില്ല. സത്യം. 40% കണ്ടെത്തി എന്നുള്ളവരോ? ആരുമില്ല. 30% കണ്ടെത്തിയവരുമില്ല. ഉണ്ട്. ഇനിയിപ്പോ കൈ പൊക്കി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഒരു ഏതാണ്ട് 150% കണ്ടെത്തിയവരുണ്ട്. അതെങ്ങനെ പറയാ? ഒരാളിൽ നിന്ന് 10%, വേറൊരാളിൽ നിന്ന് 5%, അങ്ങനെ ഒരു 40 പേരിൽ നിന്നൊരു 95% അങ്ങനെ കണ്ടെത്തിയത് എത്ര ഉണ്ട്? സൂരജ് പൊക്കി. അങ്ങനെ പല രീതിയിലാണ്. എന്നാലും ഇതുവരെയും 100% കണ്ടെത്തപ്പെട്ടില്ല. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന അത്രത്തോളം ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പെൺമക്കൾക്കെതിരെ നടക്കുന്ന പോരായ്മകൾ ഇപ്പോഴും പ്രബുദ്ധമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നല്ല ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന പോരായ്മകൾ നമ്മൾ അറിയുന്നുണ്ട്. അതിനെതിരെ സ്ത്രീ എന്താണ്, അവരുടെ ശക്തി എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു കവിതയാണ്. കുറച്ച് വരെ എനിക്കിപ്പോൾ ചൊല്ലാൻ കഴിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചൊല്ലാൻ ശ്രമിക്കാം. കനൽപ്പൊട്ട്. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തിവച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക്, വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു, വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച അനീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ലവൻ അവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവ്രത്യത്താഴടച്ചു ദേവതയാക്കി.
വീടകത്തെ നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. വീടകത്തെ നൂൽവലി കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പുകൊള്ളി അല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. കപട പുരുഷബോധമേ, കപട പുരുഷബോധമേ, നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തുവെക്ക നീ, ഓർത്തുവെക്ക നീ, അവൾക്ക് പാതി മാത്രമാണ്, അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ഓർത്തുവെക്ക നീ, അവൾക്ക് പാതി മാത്രമാണ്, അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ, ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേ വരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പോഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. സന്തോഷം. താങ്ക് യു. കാൽപ്പനികതയുടെ സൗന്ദര്യവും ക്ലാസിക്കൽ ഭാഷയുടെ മനോഹാരിതയും കവിതയായി പരന്ന് ഒഴുക്കുമ്പോഴും കാലമാവശ്യപ്പെടുന്ന പോരാട്ടവീര്യം ഉൾക്കൊള്ളുന്ന കവിതയിലേക്ക് കടക്കണം എന്ന സതുദ്ദേശപൂർണമായ ഉപദേശം നൽകിയ പ്രസംഗത്തിനും കാലമാവശ്യപ്പെടുന്ന വിഷയത്തെ പോരാട്ടത്തോളം വീര്യമുള്ള കവിതയായി അവതരിപ്പിച്ച കവിതയ്ക്കും നന്ദി. അടുത്ത അരവിന്ദ് സൂരി വരച്ച കവി മുരുകൻ കാട്ടാക്കടയുടെ രേഖാചിത്രം അരവിന്ദ് സൂരി ചിത്രകാരൻ തന്നെ ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്ക് സമർപ്പിക്കുന്ന ഹൃദ്യമായൊരു ചടങ്ങ്. ദീപ്തി ശശിധരൻ ഒരു മുഴു കവിയാകുമ്പോൾ ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്കുള്ള ഉപഹാരം കവിയത്രി തന്നെ നേരിട്ട് സമർപ്പിക്കും.
അടുത്ത സംസാരിക്കേണ്ടത് പുസ്തകം സ്വീകരിച്ച വിനോദ് വൈശാഖിയാണ്. പക്ഷെ KG സൂരജിന് വ്യക്തിപരമായ അത്യാവശ്യം കാരണം ഒന്ന് പോകേണ്ടത് കൊണ്ട് അദ്ദേഹത്തെയാണ് അടുത്ത് ക്ഷണിക്കുന്നത്. ഓൺലൈൻ അക്ഷരം ഓൺലൈൻ്റെ എഡിറ്ററും കേരളത്തിൻ്റെ അഭിമാനമായ മാനവീയം തിരുവിടം എന്ന കൾച്ചറൽ സ്ട്രീറ്റിൻ്റെ പ്രധാന സംഘാടകനും 2 കാവ്യ പുസ്തകങ്ങളുടെ രചയിതാവും സൈബർ പോരാളിയും ഒക്കെയായ KG സൂരജ് നിങ്ങളോട് സംസാരിക്കുന്നു. ഏറ്റവും ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ സതീഷ് കിടാരക്കുഴി, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മുരുകൻ കാട്ടാക്കട, ശ്രീ വിനോദ് വൈശാഖി, ശ്രീ ജഗദീഷ് കോവളം, ശ്രീ അനൂപ് കോവളം, പ്രസീത, പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പാറയ്ക്കൽ, ഷിബു, പ്രസന്നകുമാരി, ശശിധരൻ, ബീന മാനവീയൻ, അരവിന്ദ് സൂരി, ജോണി പാളയം, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പ്രവൃത്തി ദിനത്തിൽ താപനില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലും പാരിസ്ഥിതികമായ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കവയത്രി ദീപ്തി ശശിധരൻ്റെ അക്ഷരങ്ങളുടെ അവകാശി ആരാണ് എന്ന ഈ തിരച്ചിലിൽ, അതൊരു വലിയ പസിലാണല്ലോ, ഈ തിരച്ചിലിൽ ടാലൻറ്റ് ഹണ്ടുകളുടെയും അതല്ലെങ്കിൽ സമ്മാനങ്ങൾ, ഒളിപ്പിച്ചു വെക്കപ്പെട്ട സമ്മാനങ്ങൾ സ്വയം കണ്ടെത്തി ആത്മരതിയടയുന്ന പ്രത്യേക ഘട്ടത്തിൽ അക്ഷരങ്ങളുടെ അവകാശിയാണെന്ന ഈ വലിയ ചോദ്യോത്തരം ഉയർത്തുന്നതിനും ഇതിൽ പങ്കാളി ആകുന്നതിനും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും ആമുഖമായി ഏറ്റവും ഊഷ്മളമായി അഭിവാദനം ചെയ്യുകയാണ്. കവിത എന്നത് അത് ആത്യന്തികമായി വിതയാണ്. വിത എന്ന് പറയുമ്പോൾ അനുബന്ധമായി അതിനൊരു കൊയ്ത്തു കൂടിയുണ്ട്. വിതയുടെയും കൊയ്ത്തിൻ്റെയും ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇത് വളരെ പരസ്പര പൂരകമായ കൊടുക്കൽ വാങ്ങലുകളുടേതായ ഒരാകാശമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വിതയ്ക്കുന്ന ദീപ്തി, അത് കൊയ്യുന്നവർ നമ്മൾ. ചിലപ്പോൾ ഈ കവിതകൾ നമ്മൾ തന്നെ വിതയ്ക്കുന്ന, നമ്മൾ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ആസ്വാദന തലം സ്വയം രൂപപ്പെടുന്നുണ്ടാകാം. അത് ദീപ്തി എന്ന കവയത്രി അവലോകനം ചെയ്യുന്ന, ദീപ്തിയുടെ പദ്ധതിയിൽ ഒരു തരത്തിലും രൂപം ചെയ്യാത്ത വൈവിധ്യമാർന്ന ആകാശങ്ങളിലേക്ക്, സ്വപ്നഭൂമികളിലേക്ക്, വൈവിധ്യമാർന്ന സഞ്ചാരപഥങ്ങളിലേക്ക്, വിൽപ്പനകളിലേക്ക് നമ്മെ സ്വയം നടത്തിപ്പിക്കും. ആ അർത്ഥത്തിൽ വിതയും അതുപോലെ തന്നെ കൊയ്യലും ഇതിൻ്റെ പാരസ്പരികമായ ഘടനകളെ അപ്പാടെ അട്ടിമറിക്കുന്ന ഒന്നാണ് സംസ്കാരത്തിൽ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളിൽ ഒന്ന്. ഏറ്റവും ലഘുവായി പറഞ്ഞാൽ കവിത വളരെ ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ഫാക്ടറിയിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെയല്ല കവിത. ആ പ്രോസസ്സിൽ പുറത്തുമുള്ള വൈവിധ്യമാർന്ന പോരാട്ടങ്ങളെക്കുറിച്ചുമുള്ള തുറന്നു പറച്ചിലുകളുടെയും തുറസ്സുകളുടെയും വളരെ വിശാലമായൊരു ലോകത്തെയാണ് അക്ഷരങ്ങളുടെ അവകാശി നമ്മെ കൊണ്ടെത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ധാരാളം സ്ത്രീകൾ കവിതയിലും സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും കവയത്രിയും മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത, മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത സമഭാവനയുടെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ലോകത്തിന് കൂടുതൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒഴിഞ്ഞ മുറി എന്ന കവിതയിലെ ആദ്യത്തെ ഒരു സ്റ്റാൻസ അവതരിപ്പിക്കുകയാണ്. ഓരോ മുറിക്കും തുറക്കാനുണ്ടൊരായിരം കഥകളുടെ ഭണ്ഡാരങ്ങൾ. സന്തോഷം തിരതല്ലി കടത്തിവിട്ടും നൊമ്പര കണ്ണീർച്ചാലൊഴുക്കി വിട്ടും മൂകസാക്ഷിയായി നിലകൊള്ളും ആ മുറി, ആ ഒഴിഞ്ഞ മുറിയാണത് എന്നാണ് കവിത അവസാനിക്കുന്നത്, അതിൻ്റെ ആദ്യ സ്റ്റാൻസ. ഇതുപോലെ നമ്മളെല്ലാം പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും ഒപ്പം ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന അവനവനെക്കുറിച്ചുള്ള ഒരു കണ്ണാടി പോലെയാണ്, നമ്മുടെ സ്വന്തം പ്രതിബിംബമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കവയത്രി ഏതർത്ഥത്തിലാണ് ഈ കവിതയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന് കവയത്രിക്ക് മാത്രമാണ് പറയാൻ കഴിയുക. ഇപ്പോൾ കൊയ്യുന്നവർ നമ്മൾ വായനക്കാരായതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞു വെച്ച് കവിതയ്ക്കും
അതുപോലെ തന്നെ കവയത്രിക്കും ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും സമഭാവനയുടെയും സ്നേഹത്തിൻ്റെയും ബഹുസ്വരതയുടെയും പേരിൽ ഊഷ്മളമായി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സമഭാവനയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കവിഞ്ഞൊഴുകുന്ന ഈ കവിത കൂടുതൽ വെളിച്ചമുള്ളതാകട്ടെ എന്ന് ഹൃദയാർദ്രതയോടെ ആശംസിച്ച KG സൂരജിന് നന്ദി. സൂരജിനുള്ള ഉപഹാരം കവയത്രി ദീപ്തി ശശിധരൻ കൈമാറുന്നു. കവിതയുടെ പ്രഭാഷണത്തിൻ്റെ, അധ്യാപനത്തിൻ്റെ, സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ, നേതൃപാടവത്തിൻ്റെ ആൾരൂപമായ വിനോദ് വൈശാഖി പുസ്തകം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളോട് തുറന്ന ഹൃദയവുമായി സംവദിക്കുന്നു. എന്ന ഈ കവിതാ സമാഹാരം അതിൻ്റെ അവതാരിക എഴുതുന്നതിന് മുമ്പ് പൂർണ്ണമായും വായിച്ച ഒരാളാണ് ഞാൻ. ജഗദീഷ് കോവളം പറയുകയായിരുന്നു, മികച്ച അവതാരികയാണ്, നിങ്ങൾ നന്നായി പഠിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഒരു നോട്ടം നോക്കി, കാരണം പഠിക്കാതെ ഒന്നും ഞങ്ങൾ എഴുതാറില്ലല്ലോ. അതുകൊണ്ട് ദീപ്തി ശശിധരൻ എന്നതിനേക്കാൾ നമ്മൾ ദീപ്തി പശുപതി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ദീപ്തി ശശിധരൻ എന്ന പേരിൽ ഒരു ചന്ദ്രവളയം നിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുള്ളിൽ തന്നെ പശുപതിയും ഉണ്ടാകുമല്ലോ. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയപ്പോൾ എൻ്റെ മനസ്സ് സഞ്ചരിച്ചത് ഇതിലെ ചിത്രങ്ങളിലാണ്. അത് അരവിന്ദ് സൂരി ഞങ്ങളുടെയൊക്കെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, മറിച്ച് ആത്മാർത്ഥമായി പറയുന്നതാണ്. ഇതിന് അവതാരിക എഴുതുമ്പോൾ സ്വീകരിച്ച ശീർഷകം ഉടഞ്ഞ ചില്ലുകളിൽ മുഖം നോക്കുമ്പോൾ എന്നാണ്. നമ്മൾ പലപ്പോഴും ഉടഞ്ഞ ചില്ലുകൾ തന്നെയാണ്. ഓരോ മനുഷ്യനും ഓരോ കണ്ണാടിയാണ്. ദിവസവും രാവിലെ ഇന്ന് നോക്കണം, അപ്പോഴറിയാം എവിടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി കൊച്ചടത്വ പള്ളിയിൽ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കമ്മലുകൾക്കും മാലകൾക്കും വളകൾക്കും ഇടയിൽ ഒരു നീണ്ട പുസ്തകശാല. എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് വാങ്ങാൻ എത്തിച്ചേർന്ന പെൺകുട്ടികളാണ്. നിറമുള്ള തലമുടികളുള്ള ഒരുപാട് പെൺകുട്ടികൾ അവിടെ നിന്ന് പുസ്തകം വാങ്ങിപ്പോയി. ഇവിടെ ഇരുന്നൊരു കൂട്ടുകാരൻ ഭംഗിയായി കൈയടിക്കുന്നത് കണ്ടു. അവനിപ്പോൾ കാണാനില്ല, സ്ഥലം വിട്ടു. 2 പേരുണ്ടായിരുന്നു, 2 പേര് സ്ഥലം വിട്ടു. മുരുകൻ മാഷിന്റെ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചപ്പോഴാണ് അവൻ ഭയങ്കരമായി കൈയടിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ വിരലുകൾ മാത്രം ഉപയോഗിച്ച് 2 കൈകളിലെയും വിരലുകൾ മാത്രം ഇങ്ങനെ കുടഞ്ഞ് അതിൽ നിന്ന് ശബ്ദമുണ്ടാക്കി അതൊരു മ്യൂസിക് സംവിധാനമാക്കി അവതരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, വിഷ്ണു. അവൻ 10 മിനിറ്റൊക്കെ വിരലുകൾ മാത്രം ഉപയോഗിച്ച് സംഗീതം അതിൽ നിന്ന് പുറപ്പെടുവിച്ച് അവൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇവൻ്റെ കയ്യടി കേട്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല. അതെങ്കിൽ അവിടെ പരിപ്പ് വടയും ചായയൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ അവൻ ചുരുങ്ങിക്കാണും. ഞാൻ ഈ പുസ്തകത്തെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ കുറിച്ചത് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്ക് ഒരു അടിത്തറയുണ്ട്, കലയ്ക്ക് അടിത്തറയുണ്ട്. ഈ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടിത്തറ പോലെ തന്നെയാണ്. എങ്ങനെയാണ് വീടിന്റെ അടിത്തറ ഉറയ്ക്കുന്നത്? ദീപ്തി ഒരു ഗണിതശാസ്ത്ര അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യൂബിസം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഈ ക്യൂബിസം എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൂടിച്ചേരലാണ്. നമ്മളെല്ലാം പാബ്ലോ പിക്കാസോയെ അറിഞ്ഞവരാണ്.
ഗൂർണിക്ക എന്ന 30 അടി നീളമുള്ള ചിത്രത്തെ ആസ്വദിച്ചവരാണ്. ലോകത്തിൽ ഫാസിസം എങ്ങനെയാണ് മനുഷ്യന്റെ മേൽ പ്രയോഗിക്കപ്പെട്ടത് എന്നും എങ്ങനെയാണ് മനുഷ്യൻ ഛിന്ന ഭിന്നമായി പോയതെന്നും യുദ്ധം എങ്ങനെയാണ് മനസമാധാനം തകർക്കുന്നതെന്നും യുദ്ധം എങ്ങനെയാണ് പെൺകുട്ടികളെ കീഴ്പ്പെടുത്തുന്നതെന്നും യുദ്ധം എങ്ങനെയാണ് അധ്യാപകരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതെന്നും അതെങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രയെ തടയുന്നത് എന്നും തെളിയിക്കുന്ന ലോകത്തെ അത്ഭുതപ്പെടുത്തിയ 30 അടി നീളമുള്ള ഗൂർണിക്ക എന്ന ഒരു ചിത്രം, അത് എങ്ങനെയാണ് ക്യൂബിസം എന്ന ആശയത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് പറയാൻ കാരണം നമ്മുടെ അരവിന്ദ് സൂരി ഇതിനകത്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. അരവിന്ദ് സൂരിയുടെ ചിത്രഭാഷ, അങ്ങനെയാണ് പറയേണ്ടത്, ചിത്രഭാഷയാണ് ദീപ്തി ശശിധരന്റെ കവിതയുടെ ബലം എന്ന് പറയുന്നത്. അതായത് ഒരു പുസ്തകത്തിൽ 2 പേർ എഴുതിയിരിക്കുന്നു. ഒന്ന് ഒരു ചിത്രഭാഷയിലൂടെയുള്ള എഴുത്തും മറ്റൊന്ന് മലയാള ഭാഷയിലൂടെയുള്ള കവിതയുടെ എഴുത്തും. ഇതും രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അതാണ് 1.5 കവി. ഇതിൽ ഒരു കവിതയുണ്ട് ദീപ്തിയുടെ, തുടരെ മരിച്ചു മരവിച്ചൊരു ഓർമ്മകൾ എന്നാണ്. തുടരെ മരിച്ചു മരവിച്ചൊരു ഓർമ്മകൾ. നല്ല ശീർഷകങ്ങളാണ് ദീപ്തി ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ സ്ത്രീയുടെ തലച്ചോറ് ഇളക്കി മാറ്റുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അരവിന്ദ് സൂരി വരച്ചിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും സാമ്യതകളുണ്ട്. ഇവർ 2 ബന്ധുക്കളാണ് എന്നതിനപ്പുറം ഇവരുടെ മനസ്സുകളിൽ ഒരേ ചിന്തകൾ കടന്നു വരും. അത് ഒന്ന് കവിതയായി മറ്റൊന്ന് ചിത്രമായി മാറും എന്നതിൻ്റെ സൂചനകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സ്ത്രീയുടെ തലച്ചോറ് ഇളക്കി മാറ്റപ്പെടുകയും അവിടുത്തെ വിവരങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്കെല്ലാം അത് സംഭവിക്കും. 6 മണിക്ക് ഒരു സ്ത്രീ ഉണർന്നില്ല എങ്കിൽ അടുക്കള നിശബ്ദമാകും. പുട്ടുകുറ്റിയൊക്കെ നിശബ്ദമായിരിക്കും. ടിക് ടിക്, അതായത് ഇങ്ങനെ ഒരു ലൈറ്റർ, അത് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ വരുന്നില്ലേ, 6 മണിയായി, എണീക്കടി എന്ന് പറയും. 6 മണിക്ക് ഒരു സ്ത്രീ ഉണർന്നില്ല എങ്കിൽ ഒരു വീട്ടിൽ കലാപമുണ്ടാകും. ആ കലാപത്തിന് പറയുന്ന പേരാണ് വിശപ്പിന്റെ നിലവിളി. അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ദീപ്തിയുടെ കവിതകൾക്കകത്ത് നിൽക്കുന്ന അടുക്കള എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു അടുക്കളയാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഈ കവി എത്തുന്നത് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഫിസിക്സിൽ ഒരു പ്രധാന സിദ്ധാന്തം പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ആവേഗബലം എന്നാണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ ആരെങ്കിലും ഫിസിക്സ് അധ്യാപകരുണ്ടോ എന്ന് എനിക്കറിയില്ല. കന്യാകുളങ്ങരയിലെ ഒരു സെക്കൻഡ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ ഒരു ബലം പ്രയോഗിക്കുന്നതിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുട്ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത്, ക്രിക്കറ്റ് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നത്. ഇനി ബൗൾ ചെയ്യുമ്പോൾ പന്ത് കൃത്യമായി സ്റ്റംപിന്റെ അടുത്തെത്തി അടിക്കാൻ നിൽക്കുന്ന ആളിന് ആ പന്ത് കിട്ടിയില്ല എങ്കിൽ ഒരു നിമിഷം മറവിയിലേക്ക് അയാൾ പോകും. അയാൾ അത്ഭുതപ്പെടും, 6 പോയേണ്ട പന്ത് എന്റെ മിഡിൽ സ്റ്റംപിനെ കൊണ്ടുപോയി. അപ്പോൾ അയാൾ അത്ഭുതപ്പെടുക മാത്രമല്ല, ഒരു നിമിഷം നമ്മൾ മറവിയിലേക്ക് പോകും. ആ നിമിഷത്തിനെയാണ് നമ്മൾ അൽഷിമേഴ്സ് നിമിഷം എന്ന് പറയുന്നത്. അതായത് എല്ലാ മനുഷ്യനും അൽഷിമേഴ്സിന് ഇപ്പോഴേ കീഴ്പ്പെട്ടിരിക്കുന്നു. മറവിയുടെ ഒരു നിമിഷം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒറ്റ നിമിഷമാണ് ദീപ്തി കവിതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, മറവിയുടെ ആ നിമിഷം. മനസ്സിന്റെ വ്യവഹാര വേലിയേറ്റം അർബുദത്തെക്കാൾ ഭയാനകമെന്ന് ഈ കവി എഴുതുന്നുണ്ട്. ഞാനിതിന്റെ അവതാരിക എഴുതാൻ കാരണം തന്നെ അതാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സു മാറൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സു മാറൽ ദീപ്തിയോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഭയാനകമാണ്. മരണം മാരകമല്ല, ജീവിതം അതിനേക്കാളും അതീവ ദുർഗ്രഹം. മരിക്കുന്നത് വളരെ എളുപ്പം, പടോ എന്നങ്ങ് തീരും. പക്ഷേ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് അതിനേക്കാൾ ദുർഗ്രഹമായ കാര്യം. അത് സംഭവിച്ചിരിക്കുന്നു ദീപ്തിയുടെ ജീവിതത്തിൽ. വളരെ കാലം അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കാവുന്നു, അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്നു. ജീവിച്ചിരിക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മ, ജീവിച്ചിരിക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ ലോകത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത ഇതിനകത്തേക്ക് വരുന്നു. ദീപ്തിയെ ആരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്? സുഗതകുമാരി ആണോ? അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു മെറൂൺ ഉടുപ്പിട്ട വെള്ള ഷാളൊക്കെ ഇട്ട് ടീച്ചർ അങ്ങ് ചിരിക്കുകയാണ്. ഓ, അതൊന്നും വേണ്ട, നിങ്ങളിപ്പോ അത്ര വലിയ സംഭവം ചെയ്യണം. ബാലാമണി അമ്മ
വേണ്ട. അനിതാ തമ്പി, അതേത് തമ്പി, അതും വേണ്ട. പക്ഷെ ഞാൻ ഒരാളെ കണ്ടെത്തി, വളരെ ശ്രദ്ധിച്ച്. ഇന്നലെ അരവിന്ദുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞങ്ങൾ തമ്മിൽ നല്ല ചങ്ങാതിമാരാണ്. എൻ്റെ വീട്ടിൽ വന്നിരുന്നാൽ അവിടുത്തെ കല്ലിന്റെ പടമൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. വിനോദ് സാറിന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള കല്ല് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിലെ വലിയൊരു പേര, നിറച്ച് പേരക്കുകൾ ഉണ്ടായിരുന്ന പേര ഒരു ദിവസം ഇവൻ വന്ന് കണ്ണു വച്ചിട്ട് പോയി. അടുത്ത ദിവസം അത് ഒടിഞ്ഞു വീണു. ഇവന്റെ കണ്ണേറ് കൊണ്ട് എന്റെ പേര ഒടിഞ്ഞു വീണു. ആ പേര ഞെരിഞ്ഞ് ഒടിഞ്ഞു വീഴുന്ന ആ സ്ഥലത്തിന് ഞാൻ ഒരു പേരിട്ടു, അരവിന്ദ് സൂരി. അത് ഒടിഞ്ഞു വീഴുക മാത്രമല്ല, അതിന്റെ പേരക്കുകളൊക്കെ 4 സൈഡും ഇങ്ങനെ ചെതറി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അരവിന്ദനെ വിളിച്ചു, പാഞ്ഞു വരുന്നു. എന്റെ പേരയെ വെട്ടി അതിന്റെ ശരീരം, ഞാൻ എന്നും സ്നേഹിച്ചിരുന്ന ആ പേര മരത്തിനെ വെട്ടി അതിന്റെ ശരീരത്തിനെ പല പീസാക്കിയിട്ടപ്പോൾ ഞാൻ അരവിന്ദനോട് പറഞ്ഞു, ഇതിൽ നിനക്ക് 4 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നീ കൊണ്ടുപോയി കൊത്തുപണി ചെയ്ത് തിരിച്ചു വരണം. അരവിന്ദന്റെ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ്. കൊത്തുപണി ചെയ്ത് 1.5 മാസമായി ഇവർ രണ്ടുപേരും വാങ്ങിച്ചിട്ട് പോയി. ഇതുവരെയും കൊത്തു മാത്രമല്ല ഒരു പണിയും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദീപ്തിയുടെ കവിതയെ ആരുമായി ഞാൻ താരതമ്യപ്പെടുത്തും? ഞാൻ കേരളത്തിലെ ഒരു കവിയുമായി താരതമ്യപ്പെടുത്തുന്നില്ല, മറിച്ച് സുഭാഷിണി കലിഗോട്ട്ല ഞാൻ കണ്ടെത്തിയ ഒരു പേരാണ്. ഇന്നലെ രാത്രി എന്തോ പാടവറ്റാണെന്ന് ഈ പേര് കണ്ടെത്തിയത്. സുഭാഷിണി കലിഗോട്ട്ല ഈ കവി ഇന്ത്യൻ പോയറ്റാണ്. 1969, ഞങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്, ഞങ്ങളുടെയൊക്കെ പ്രായമാണ്. ആ കലിഗോട്ട്ല ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് ജനിച്ചത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കവിത എഴുതണമെങ്കിൽ അവർ 3ാമത്തെ നിലയിൽ ഓടിക്കയറും. അതാണ്, റോഡിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് കവിത തോന്നി. ഒരു പച്ചക്കറി വണ്ടി ഇങ്ങനെ വരുന്നു, അവിടെ നിന്ന് കവിത എഴുതില്ല. അല്ലയോ പച്ചക്കറി കച്ചവടക്കാര, നിന്റെ മത്തങ്ങയെ ഞാൻ കണ്ടുവെന്നൊന്നും അവിടെ നിന്ന് എഴുതില്ല. പകരം ഓടി 4ാം നിലയിൽ കയറി അവിടെ നിന്നിട്ട് അവൾ പച്ചക്കറി കച്ചവടക്കാരനെ ഇങ്ങനെ വീക്ഷിക്കുന്നു. ആ കലിഗോട്ട്ല എഴുതിയത്, ഞാൻ ഒരു പച്ചക്കറിയിൽ എൻ്റെ ഇന്ത്യയെ കാണുന്നു. ഇന്ത്യ അപ്പിയേഴ്സ് അറ്റ് ഓൾ പോയംസ്. എൻ്റെ കവിതകളെല്ലാം ഇന്ത്യ കടന്നു വരുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ കടന്നു വരുന്നു. മൈ കൺട്രി കടന്നു വരുന്നു. ഞാൻ 4ാം നിലയിൽ നിന്ന് ദൈവത്തിനെ അഭിസംബോധന ചെയ്യുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിനെ അഭിസംബോധന ചെയ്യുന്ന കവിതകൾ, ആ ഒരു കവിതയുടെ പേര് തന്നെ ഇൻ ഫ്രീസിംഗ് ലൈറ്റ് എന്നാണ്. നോക്കൂ, ഫിസിക്സ് മാത്സ് അധ്യാപകരൊന്നും കണ്ടെത്താത്ത ഒരു അത്ഭുതകരമായ പുതിയ പ്രതിഭാസമാണ് ഫ്രീസിംഗ് ലൈറ്റ്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ക്യൂബിസം, അതായത് ഒരു ചതുരക്കട്ടയെ പൊടിക്കാം. ഐസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഖരാവസ്ഥയിലിരിക്കുന്ന ഒരു ചതുരത്തിനെ നിങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം. പൊടിച്ചതിനെ കൂടി ചേർത്ത് വീണ്ടും നിങ്ങൾക്ക് ചതുരമാക്കാം. അതാണ് ക്യൂബിസം. അത് ഇവൻ ഭയങ്കര സംഭവമാണ്. ഇവന്റെ കൈക്കകത്ത് താളം ഇങ്ങനെ മുറുകിയിരിക്കുകയാണ്. നീ കന്യാകുളങ്ങര സ്കൂളിലാണോ? ചിത്രകാരനാണ് അല്ലേ? അതാണ്, നിന്റെ കൈയടിക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, ഫ്രീസിംഗ് ലൈറ്റ്. പ്രകാശ വേഗതയിൽ ഒരു വണ്ടി ഉണ്ടാക്കിയാൽ ഞാനും സതീഷ് കിടാരക്കുഴിയും ആ വണ്ടിയിൽ കയറിയാൽ അത് വളരെ വേഗത്തിൽ പാഞ്ഞു പോകും. എത്ര പോകില്ല, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ആ വണ്ടി പോയാൽ നമ്മളെല്ലാം ഒരുപാട് കാലം ജീവിക്കും. നമ്മുടെ ക്ലോക്കൊക്കെ റെസ്റ്റ് ആവും, വാച്ച് ഓടുകയില്ല. എന്താണ് പിന്നെ കാലം പോകുന്നത് അറിയുകയേയില്ല. 80 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും തിരിച്ചു വന്നാലും കന്യാകുളങ്ങര സ്കൂളിൽ പണ്ട് പഠിപ്പിച്ച അതേ 30 വയസ്സുള്ള ആളായി നമുക്ക് തുടരാൻ കഴിയുന്ന പ്രകാശ വണ്ടിയുടെ അന്വേഷണം ഇനിയും സാധ്യമായിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സുഭാഷിണി കലിഗോട്ട്ലയുടെ ഇൻ ഫ്രീസിംഗ് ലൈറ്റ്, എങ്ങനെയാണ് ഈ വെളിച്ചത്തിനെ ഫ്രീസ് ചെയ്യുന്നത്, ഇതാണ് കവിതയിലെ അത്ഭുതം എന്ന് പറയുന്നത്. കണ്ടെത്തലുകൾ അത്രയും മനോഹരമാണ്. അതിനപ്പുറം കണ്ടെത്തലുകൾ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ഇനി ഈ കവിത പറയുന്ന, സുഭാഷിണി പറയുന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഐ കറി ഇൻ എ ഹറി എന്നാണ്. ഞാൻ നന്നായിട്ട് നോക്കി, കറിക്കിന് ഇവിടെ ഇംഗ്ലീഷ് അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ? കറിക്ക് ഇംഗ്ലീഷ് വേർഡാണ് കറി, കറി തന്നെ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ഐ കറി ഇൻ എ ഹറി, അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാനിങ്ങനെ മുകളിലോട്ട് ചാടിക്കയറി, ഞാൻ വേഗത്തിൽ കവിത എഴുതാൻ തുടങ്ങി.
ഇൻ ഫ്രീസിംഗ് ലൈറ്റ് എന്ന കവിത എഴുതി തുടങ്ങി. പിന്നെ ഐ കറി ഇൻ എ ഹറി എന്ന് എഴുതി. ആ സമയത്ത് തന്നെ ഞാൻ മൊബൈലിലെ ചാനൽ മാറ്റി തുടങ്ങി. ചാനൽ 5 എൻ്റെ ഇന്ത്യക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ 4ാം നിരയിൽ നിന്ന് ഞാൻ എല്ലാം അറിയുന്നു, എൻ്റെ ചുറ്റുപാടുകളിൽ അറിയുന്നതോടൊപ്പം തന്നെ ആ 5ാമത്തെ ചാനലിലെ വാർത്തയെ ഞാൻ കവിതയാക്കുന്നു. ഇങ്ങനെയാണ് കവിത രൂപപ്പെടുന്നത് എന്നാണ് അവർ പറയുന്നത്. ദീപ്തിയെ ഞാൻ എന്തുകൊണ്ടാണ് അതിലേക്ക് ഒന്ന് അധ്യാരോപം ചെയ്തത് എന്ന് ചോദിച്ചാൽ സംഭരിക്കും. അതിലൊന്നിതാണ്, ഓരോ നിമിഷവും ഒരു സ്ത്രീയെ കരയിപ്പിക്കാൻ കഴിയുന്ന ഒരു പുരുഷ വില്ലൻ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞാൻ എഴുതിയല്ല, ദീപ്തി എഴുതിയതാണ്. എനിക്കത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു. മുരുകൻ മാഷ് അത് കണ്ടില്ലെങ്കിൽ പറഞ്ഞേനെ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കുന്നവരാണ്. ഓരോ നിമിഷവും ഒരു സ്ത്രീയെ കരയിപ്പിക്കാൻ കഴിവുള്ള ഒരു പുരുഷ വില്ലൻ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ പുരുഷ വില്ലന് അടിമയായിരുന്നവരാണോ ഇരിക്കുന്ന 3 പേരും? അല്ലല്ലോ. ആണോ? എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വില്ല നീ വില്ലനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നടുക്കരിക്കുന്ന ടീച്ചർ ഒട്ടും പറയുകയില്ല. ഇപ്പോഴും ആ ചന്ദനക്കുറിയുടെ പ്രകാശം നമുക്ക് കാണാം. അവർ 3 പേരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പുരുഷ വില്ലനോട് ആ ഇരിക്കുന്ന ഈ പെണ്ണ് പറഞ്ഞു. എന്ന് പറഞ്ഞു? നീ പോടാ പുല്ലേ, നീ പോടാ എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കാത്തിടത്ത് ആ പെണ്ണ് തകരപ്പാട്ട് പോലെ കൊട്ടാൻ പാകത്തിൽ ദരിദ്രമാകും, തുരുമ്പ് പിടിക്കും എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ കവി. ഇതൊക്കെ നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള ഏക മാർഗം കവിതയാണ്. അതിലെഴുതി വെച്ചാൽ നമുക്ക് ആരാണ് എന്ന് സമർത്ഥിക്കേണ്ടതില്ല. അതാണ് ഒരു കാര്യം. ഇതാണ് ആത്മാവ് തൊട്ടവൾ എന്ന കവിതയിലെ കണ്ടന്റ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് അരവിന്ദ് വരച്ചിരിക്കുന്ന ദീപ്തിയാണെന്ന് തോന്നുന്നു, അല്ലേ? വേറൊരാളുടെ പടവും കണ്ടു, അതായിരിക്കുന്നു. എനിക്ക് രണ്ടുപേരും മനസ്സിലായി. രണ്ടുപേരും അതിനകത്ത് ആത്മാവ് തൊട്ടവൾ എന്നാണ്. എന്താണ് നമ്മുടെ പേര്? ആ ആത്മാവിന്റെ പേരെന്താ? ദിവ്യ. ഞാനിങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നി രണ്ടുപേരുടെ. നിങ്ങൾ ആ പുസ്തകം ഇപ്പൊ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച് മറിച്ച് നോക്കും. അപ്പോഴേ പിന്നെ രാവും പകലും അറിഞ്ഞിടാതൊഴുകി നീ ചെന്നണഞ്ഞിടുമ്പോൾ ആലിംഗനം ചെയ്യുന്നത് ആരാണ്? പുഴക്കരയിരുന്നൊരു കവിതയുണ്ട്. പുഴ പെണ്ണും കടൽ ആണുമാണ്. പുഴ പെണ്ണും കടൽ ആണുമാണ്. മാത്രമല്ല പുരുഷൻ കടലായും സ്ത്രീ പുഴയായും നിൽക്കുമ്പോൾ ഒഴുകി അലിയൽ എന്ന രതിഭാവം സംഭവിക്കുന്നു. ഒഴുകി അലിയൽ എന്ന രതിഭാവം സംഭവിക്കുന്നു. അത് വളരെ മനോഹരമായ കവിത നമ്മളെ തൊടുന്നുണ്ട്. അതുകൊണ്ട് നീ പോടാ എന്ന തൻ്റെ ഇടം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഈ കവിതയിലാകെയുണ്ട് എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് ഈ കവിതയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള 1-2 വിഷയങ്ങളാണ്. അതിലൊന്ന് പഴയ മധുരങ്ങളാണ്. പൊള്ളും മണലിൽ തകർന്നു വീഴും മഴവില്ലിൻ പൊടികൾ വിരലിൽ തുടച്ചെടുത്തെന്നോട് വീണ്ടും പിറുപിറുക്കുന്നു നീ, ഒന്ന് മുങ്ങി കുളിച്ചിട്ടെത്ര നാളായി. ഇതാണ് മഴവില്ലിന്റെ പൊടിഞ്ഞു വീഴൽ. ദീപ്തിയുടെ കവിതകളുടെ പ്രത്യേകത, അടുക്കള പലതായിട്ട് ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്നു. തേയിലപ്പെട്ടി ഒരിടത്ത്, എണ്ണ വേറൊരിടത്ത്, അടുക്കളയിൽ പപ്പടം പകുതി കഴിച്ച് ബാക്കി ഒരിടത്ത്, സ്റ്റൗ 4ആയിട്ട് മുറിഞ്ഞ്. ഇതെല്ലാം അടുക്കള എന്ന് പറയുന്നത് ആ അടുക്കള എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ ഉടഞ്ഞ് ചിതറി ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മധുരഭാവങ്ങളെല്ലാം അതിനകത്തുണ്ട്. മധുരമേ തേനിലാദ്യത്തെ അക്ഷരം ഇളയനാവിൽ കുറിച്ച ജഗദംബികേ, അതിത മാഞ്ഞുപോയി നാവിൽ വയമ്പിന്റെ കനലുബാക്കി ഹേമന്തം കടക്കുവാൻ. ഒരുവനുണ്ടായിരുന്നു തേന്മാവിന്റെ അരിയ പൂങ്കുല പുഞ്ചിരിക്കുമ്പോഴേ, ഒരു മുഴുവനും മാമ്പഴക്കാലത്തെ രസനയിൽ വാറ്റി മത്തു പിടിച്ചവൻ. എഴുതിയത് സച്ചിദാനന്ദനാണ്. ഇങ്ങനെയൊക്കെ എഴുതുമോ സച്ചിദാനന്ദൻ എന്നൊക്കെ ചോദിക്കാം. സച്ചിദാനന്ദൻ എഴുതിയതാണ്. അതാണ് അക്ഷരങ്ങളുടെ അവകാശി, നാവാണ്. ആ നാവിനെയാണ്, അതുകൊണ്ടാണ് ഈ പേര് ടീച്ചർ വിടാത്തത്. കാരണം
ഈ പേരിൽ അത് കിടക്കുന്നു. നാവിൽ വയമ്പിന്റെ കനല് ബാക്കി കിടക്കുന്നു. നാവിന്റെ പഴയ മധുരത്തിൽ നിന്നും നമ്മൾ എവിടേക്ക് പോയിരിക്കുന്നു എന്ന് ടീച്ചർ പറയുന്നു. ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. പഴയ മാങ്ങയുടെ രുചിയിൽ നിന്ന് ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് മാറിയ രുചിഭേദങ്ങളുടെ ദൂരം ഇന്നുണ്ട്. അതുകൊണ്ടാണ് തന്തി പൊട്ടിയ വീണയിൽ നാവിന്റെ രുചിയായി സംഗീതം വരുന്നുണ്ട്. പണ്ട് പാടിയ പാട്ടിൽ ഒരെണ്ണം ചുണ്ടിലൂറിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നവർ ഒരുപാടുണ്ട്. ശ്വാസം വരെയും ദേശസ്നേഹ ജോല പടർത്തി മുന്നോട്ടങ്ങനെ മുന്നോട്ട്, അല്ലേ? ഇതൊരു മുദ്രാവാക്യമാണ്. ഇത് അതിരു കാക്കുന്നവർ എന്ന കവിതയിലാണ്. നമ്മുടെ അതിരുകളൊക്കെ മാഞ്ഞു പോവുകയാണ്. പുൽവാമയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ പുൽവാമ എന്ന് എഴുതി കൊടുത്തു, ഇതിൽ പുൽപ്പായ എന്ന് അച്ചടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, രണ്ടിനും രണ്ടർത്ഥത്തിൽ ആളുകൾ വായിച്ചോളൂ. എന്തായാലും ആ ദേശത്തുടിയുടെ മുഴക്കം, ജനാധിപത്യത്തിന്റെ മുഴക്കം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർന്നു കേൾക്കുന്ന ആ സ്കൂളിൽ ഒരു അധ്യാപികയെ കുറിച്ച്, ഞാൻ പേരൊക്കെ മറന്നുപോയി, ഒരുപാട് കാലമായി. ഞാൻ ദേശാഭിമാനി വാരാന്ത്യത്തിൽ എഴുതിയിരുന്നു. കന്യാകുളങ്ങര സ്കൂളിലെ ഒരു അധ്യാപിക ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയുടെ കഴിവ് മനസ്സിലാക്കി അവനെ ചിത്രങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയി. ആ അധ്യാപിക എനിക്ക് ആരെന്നറിയില്ല, ഇവിടെ ഉണ്ടോ എന്നും അറിയില്ല. അങ്ങനെ ഒരു അധ്യാപിക, ആരാണത്? ജയലത. ശരിയാ, ജയലത എന്നാണ് അധ്യാപികയുടെ പേര്. അവൻ പിന്നീട് പറഞ്ഞതാണ്, ആ അധ്യാപിക ഇല്ലാതിരുന്നുവെങ്കിൽ ഞാൻ ഒരു ചിത്രകാരൻ ആകുമായിരുന്നില്ല. അനൂപിന്റെ കാര്യം പറഞ്ഞതുപോലെ ആ പാട്ടുപെട്ടി കൊണ്ടു നടന്നില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു പ്രമുഖനായി മാറുമായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ. പ്രിയമുള്ളവരുടെ എല്ലാവരുടെയും ചങ്ങാതിയാണ് ദീപ്തി ശശിധരൻ. എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കവിതയിലെ കുറച്ചു വരികൾ ചൊല്ലി അവസാനിപ്പിക്കും. ദീപ്തിയുടെ കവിത. ഇതാണ് ആത്മാവ് തൊട്ടവർ വരച്ചിരിക്കുന്ന പടം. കണ്ടില്ലേ? ഉണ്ടല്ലേ? ഇത് വേണമെന്നുള്ളവർ പുസ്തകം വാങ്ങി നോക്കാം, പൈസ കൊടുത്തു വാങ്ങാം. ഇതാണ് അരവിന്ദിന്റെ, ഞാൻ പറഞ്ഞില്ലേ, തല ഇങ്ങനെ പൊട്ടിച്ച് എല്ലാം ചിതറി പോകുന്ന ഒരു ലോകത്തെ അടയാളപ്പെടുത്തുന്ന വരയാണ്. സ്നേഹദൂതർ എന്ന ഒരു കവിത, അതിനെ കുറിച്ച് വരിക. എവിടേക്കു പോയി നീ, എങ്ങു മറഞ്ഞു നീ, ചാരയണയന്റെ കൂട്ടുകാരാ. എവിടേക്കു പോയി നീ, എങ്ങു മറഞ്ഞു നീ, ചാരെ അണയൻ കൂട്ടുകാരാ. എത്ര നാളായി നിനക്കായി മാത്രമീ പൂമരത്തണലിൽ ഞാൻ കാത്തിരിപ്പൂ. എത്ര നാളായി നിനക്കായി മാത്രമീ പൂമരത്തണലിൽ ഞാൻ കാത്തിരിപ്പൂ. നിന്നോടെനിക്കോതാനുണ്ടൊരു 100 കാര്യങ്ങൾ സ്വകാര്യമായി. ഒരു വേള വന്നു നീ അരികിൽ ഇരുന്നിട്ട മനസ്സിലെ കാര്യങ്ങൾ ആരായുമോ. വന്നില്ല എങ്കിൽ, നീ വന്നില്ല എങ്കിൽ എന്നുടെ ഉള്ളിലെ വിങ്ങൽ സന്ദേശമായി അറിയിച്ചിടാം. അനന്തമാം ഗഗനത്തിൽ ഇരുൾ മൂടി ഒഴുകുമാ കരിമുകിൽ എന്നുടെ തോഴനാണ്. കൊടുത്തുവിടട്ടെ മമ സന്ദേശം ഞാൻ ആ കാർമുകിൽ തോഴന്റെ കൈകളിലായി. അയലിലെ ആരാമത്തിൽ വിരുന്നെത്തിയോരിളം തെന്നലോ ചിരിക്കുന്നു മന്ദമായി. കൊണ്ടു തന്നിടുമാ പവനനും ഒരു മാത്ര അറിഞ്ഞിടുകെന്നുള്ളിലെ ഹൃദയരഹസ്യം. വിണ്ണിലെ വായുവിൽ ചിറകടിയൊച്ചയുണ്ടാക്കുമാ ധവള കബോധങ്ങളെ നീ അറിഞ്ഞിടുമോ. ചൊന്നിടാം ഞാൻ അവയോടും ആ കാര്യം നിൻ കൈകളിലെത്തിക്കാൻ ഭദ്രമായി. കൊഞ്ചിക്കുഴഞ്ഞു കുണുങ്ങിയൊഴുകുമീ നിമ്നത നിൻ വഴിത്താരയിലെത്തുകില്ലേ. ഒഴുക്കിവിടട്ടയോ തെളിനീരിലൂടെ ഞാൻ ഈ പ്രണയ സന്ദേശം ഒരു കാവ്യമായി. പീലി വിരിച്ചാടും ബർഹികളോ നടനം കഴിഞ്ഞാ വഴി താണ്ടുകില്ലേ. മയൂര സന്ദേശമായതവയുടെ
ചിറകിൽ കുരുത്തുവിടട്ടെ ഞാൻ, നാടുവിട്ടേറെ നീ മണ്ടിയിടുകിൽ. സഹായമാരായാം ആ ദേശാടന കിളികളെ കൊണ്ടു തന്നിടും അവരൻ ദൂത്, മറ്റൊരു പാണിയിലും ചെന്നുപെടാതെ വേഗം. വഴിയെന്തു തന്നെയാവുകിലും വന്നണഞ്ഞിടുക നീ എൻ്റെ ചാരെ, മമ സന്ദേശം തവ കയ്യിൽ കിട്ടുമാ. നേരമൊട്ടും വൈകിടാതെ തന്നെ എവിടേക്കു പോയി നീ, എങ്ങു മറഞ്ഞു നീ ചാരയണയൻ കൂട്ടുകാര. എത്ര നാളായി നിനക്കായി മാത്രമേ പൂമരത്തണലിൽ ഞാൻ കാത്തിരിപ്പൂ. ഇതാണ് ആ കവിത. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ കവിയെ നിങ്ങൾ സ്നേഹിക്കുക. മനോഹരമായ കവർ വരച്ചിരിക്കുന്നതും അരവിന്ദ് സൂരിയാണ്. അക്ഷരങ്ങളുടെ അവകാശി എന്ന പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ഈ കവി അടുത്ത സമാഹാരമല്ല ലക്ഷ്യം, ഈ കവിക്ക് അടുത്ത സമാഹാരമല്ല ലക്ഷ്യം, ഈ കവിക്ക് അടുത്ത കവിതയാണ് ലക്ഷ്യം. ആ കവിതയിലേക്ക്, ആ കവിതയുടെ ഭംഗികളൊക്കെ വിരിയുന്നതിന് മുമ്പ് ആ കവിതയുടെ ഉള്ളടക്കം, ആ കവിതയുടെ ചലനം, അതിൻ്റെ ഭാഷ, ഇതൊക്കെ ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിച്ച് നിർത്തി വീണ്ടും എഴുത്തിൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ. കന്യാകുളങ്ങരയിലെ എല്ലാ അധ്യാപകരും ഈ കവിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ഈ പുസ്തകം പ്രകാശനം ചെയ്ത വിവരം ജൂൺ 3 സ്കൂൾ തുറക്കുമ്പോൾ ആ അസംബ്ലിയിൽ അറിയിക്കുക. നിങ്ങളെ HM വന്നിട്ടില്ല എന്ന് കരുതുന്നു. സംവിധാനങ്ങളുടെ എല്ലാം അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫിസിക്സ് പഠിച്ച് ഫിസിക്സ് അധ്യാപകനായും, മലയാളം പഠിച്ച് മലയാളം അധ്യാപകനായും, മലയാളം മിഷനിലൂടെ ലോകത്തെമ്പാടുമുള്ള ആഗ്രഹമുള്ള ആളുകളെ മലയാളം പഠിപ്പിച്ചുകൊണ്ടും ഈ കവിതയുടെ ആത്മാവിലേക്ക് ഇറങ്ങി അതിലെ അകക്കാമ്പുള്ള ദർശനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച വിനോദ് വൈശാഖിക്ക് നന്ദി. വിനോദ് വൈശാഖിക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് കവി ദീപ്തിയെ ആദരവോടെ ക്ഷണിക്കുന്നു. കവി ദീപ്തി ശശിധരന്റെ അമ്മയുടെ ചിത്രം അരവിന്ദ് സൂരി വരച്ചത് സഹോദരനായ ദീപ്തിയുടെ സഹോദരനായ ദിലീപിന് കൈമാറുന്നു. പാറ എന്ന് പറയുന്ന ചിരിയൻ കവി അത്തരത്തിലൊരു ആഹ്വാനം നടത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇന്നും വൃത്തത്തിലും അലങ്കാരത്തിലും ഒക്കെ കുടുങ്ങിക്കിടന്ന് കവിതയുടെ ഒരു പാരമ്പര്യത്തെ പിന്തുടരുന്ന അവസ്ഥ സംജാതമാകുമായിരുന്നു. തീർച്ചയായിട്ടും വഴിമാറി സഞ്ചരിക്കൽ എന്ന് പറയുന്നത് കാവ്യ രചനയെ സംബന്ധിച്ച് ഒരു വേറിട്ട പ്രവൃത്തി തന്നെയാണ്. അത്തരത്തിൽ സഞ്ചരിക്കാൻ ദീപ്തി ശശിധരൻ എന്ന കവിക്ക് സാധിക്കട്ടെ. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഗോയിഥെ പറഞ്ഞിട്ടുള്ള വലിയൊരു കോട്ടാണ്. ഗോയിഥെ പറഞ്ഞിട്ടുള്ളത് കിൽ ഹിം ഇഫ് ഹി എ ക്രിട്ടിക്. അവൻ്റെ ഒരു വിമർശകനാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. അതിൽ കുറഞ്ഞ ഒന്നും ചെയ്യണ്ട. കാര്യം കവിതയില് അല്ലെങ്കിൽ ഭാഷയില് കാവ്യത്തില് വിമർശനം എന്ന് പറയുന്നൊരു ഘടകമാണെങ്കിലും നമ്മൾ അതിനെ വലിയ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഗോയിഥെ പറഞ്ഞിരിക്കുന്നത്. ഭാവന സമ്പുഷ്ടമായ വരികളിലൂടെ അല്ലെങ്കിൽ ഭാവന സമ്പുഷ്ടമായ എഴുത്തിലൂടെ മാത്രമാണ് കവിത പിറക്കുന്നത്. അല്ലെങ്കിൽ അതൊരു പാരമ്പര്യ സ്വത്താണ്. അതുമല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ഉടലെടുക്കുന്ന ജനിതകമായിട്ടുള്ള ചില പ്രക്രിയയിലൂടെയാണ് കവിതയും കഥയും കലയും ഒക്കെ ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു ഘടകമേ അല്ല. കവിയെ സംബന്ധിച്ചായാലും ശരി,
ചിത്രകാരനെ സംബന്ധിച്ചാലും ശരി, ഭാവന, ചിലരൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ ഭാവന വളരുന്നത്. ചില കവികളൊക്കെ തന്നെ പ്രസംഗിക്കും, ഞാനിങ്ങനെ വൈകുന്നേരങ്ങളിൽ നിലാവുള്ള ആകാശത്തേക്ക് നോക്കി മലർന്നു കിടന്ന് നക്ഷത്രങ്ങളെ കാണാറുണ്ട്, അങ്ങനെയൊക്കെയാണ് ഭാവന വിടർത്തിയതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഞാനും ഒരു 8-9 പുസ്തകങ്ങളുടെ രചയിതാവാണ്. അത്തരത്തിലാണെങ്കിൽ എന്നിൽ ഭാവന വിടർത്തിയ ഒരു വ്യക്തി ഇവിടെ സദസ്സിലിരിപ്പുണ്ട്. ആ വ്യക്തിയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആകാശം നോക്കി മലർന്നു കിടക്കുമ്പോഴാണ് ഭാവന വിടരുന്നതെങ്കിൽ അത്തരത്തിൽ എന്നെ പ്രാപ്തനാക്കിയ ഒരു വ്യക്തി സദസ്സിലുണ്ട്. അത് ഈ പുസ്തകത്തിലെ ചിത്രകാരൻ അരവിന്ദ് സൂരിയുടെ അച്ഛനാണ്. കാര്യം, എൻ്റെ ഓല കെട്ടിയ വീട് അദ്ദേഹം മേൽക്കൂരയെല്ലാം പൊളിച്ചിട്ട് പുതിയത് പണിഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഉള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം മേൽക്കൂരയെല്ലാം പൊളിച്ചിട്ടിട്ട് പോയി. എന്നിട്ട് അദ്ദേഹം വേറെ എവിടെയോ ഇങ്ങനെ പോയി. അങ്ങനെ ഒരുപാട് രാത്രികളിൽ മേൽക്കൂരയില്ലാത്ത വീടിൽ ആകാശം നോക്കി ഞാൻ കിടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഭാവന വിടർന്ന എഴുത്തുകാരനായതാണെങ്കിൽ എൻ്റെ ഭാവനയുടെയും എഴുത്തിൻ്റെയും നേരവകാശി സഖാവ് സൂരി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഉണ്ണിയുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പുസ്തകത്തിന്റെ തലക്കെട്ട്, ഈ പുസ്തകം അക്ഷരങ്ങളുടെ അവകാശി. ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് അനാവരണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മൗലികതയുടെ മാത്രം രാഷ്ട്രീയമാണ്. അത്രയും കോൺഫിഡൻസ്, അത്രയും ആത്മവിശ്വാസം പുലർത്തുന്ന ഒരാൾക്ക് മാത്രമേ അക്ഷരങ്ങളുടെ അവകാശി എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതൊരു പക്ഷെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംഭവിക്കുന്നതായിരിക്കാം. അപ്പോ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറെക്കുറെ ആൾക്കാർ കോവളം സ്വദേശികളാണ്. ഒരു 6 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ അവകാശത്തിന്, അക്ഷരങ്ങളുടെ അവകാശത്തിന്. കോവളം പ്രദേശവുമായിട്ട് ഉള്ള പഴക്കം 600 വർഷങ്ങളിൽ ഏറെയുള്ള പഴക്കമാണ്. കോവളം കവികളിൽ തുടങ്ങി തലമുറ കൈമാറി വന്ന ആ ഒരു കാവ്യ പരമ്പരയിൽ ഒരു തലമുറയിൽ ഒരാളെങ്കിലും എഴുത്തുകാരായിട്ട് കോവളത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു റിസർച്ചിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ. ഓരോ കോവളം കവികൾക്ക് ശേഷം കോവള ഭൂപ്രദേശത്തിൽ വന്നിട്ടുള്ള എഴുത്തുകാരെ കുറിച്ചിട്ട് ഒരു റിസർച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായും ദീപ്തിയും ആ നാടിന്റെ, ആ ഭൂമികയുടെ അക്ഷരങ്ങളുടെ അവകാശത്തിൽ ഒരു ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ കോവളം കവികളുടെ ഒരു ഇളമുറക്കാരിയായിട്ട് ദീപ്തി വരികയാണ് പുതിയ പുസ്തകത്തിലൂടെ. ധർമ്മരാജയിൽ CV രാമൻപിള്ള പറയുന്നുണ്ട്, ത്രിപുര സുന്ദരി കുഞ്ഞമ്മ എന്ന കഥാപാത്രത്തെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്, തിരുവിതാംകൂറിലെ സ്ത്രീകളെ വാടാക്കരൽ കൊണ്ട കുലം എന്നാണ് അദ്ദേഹം വിവക്ഷിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരു വിശേഷണം കോവളം ഭൂപ്രദേശത്തെ തലമുറയ്ക്കും സ്വന്തമായിട്ടുണ്ട്. അത് വാടാ സാഹിത്യ സബര്യ കൊണ്ട കുലം. ആ കുലത്തിലെ ഒരു ഇളമുറക്കാരിയാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് കവി ദീപ്തി ശശിധരൻ. അക്ഷരങ്ങളുടെ അവകാശി അർഹിക്കുന്ന തരത്തിലുള്ള ആദരവ് നൽകിക്കൊണ്ടാണ് മലയാളം മിഷന്റെ രജിസ്ട്രാറും പ്രിയപ്പെട്ട കവിയും ആയിട്ടുള്ള ശ്രീ വിനോദ് വൈശാഖി ഉടഞ്ഞ ചില്ലുകളിൽ മുഖം നോക്കുമ്പോൾ എന്ന തലക്കെട്ടിൽ ഒരു അവതാരിക എഴുതിയിട്ടുള്ളത്. സാധാരണ 2 വിഷയങ്ങൾക്കാണ് പ്രയാസമുള്ളത്. ഒന്ന് കവിതയ്ക്ക് അവതാരിക എഴുതുകയും മറ്റൊന്ന് കവിത പുസ്തകം അവതരിപ്പിക്കും. ഇതും രണ്ടും കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ ലാഘവത്വത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഏതെങ്കിലും 1-2 കവിതകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പിന്നെ ലോക കവിതയെയും ബാക്കി ഇതര ഭാഷാ കവികളെയും ഒക്കെ പരാമർശിച്ച് അവതാരിക എഴുതിയൊരു കാട്ടിക്കൂട്ടം നടത്തുന്ന ആൾക്കാരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. പക്ഷേ ഈ പുസ്തകത്തിൽ അവതാരിക വായിച്ചപ്പോൾ അത് വീണ്ടും വായിക്കണം എന്ന തരത്തിൽ ഓരോ കവിതയും ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിന്റെ ദാർശനിക ദർശന തലങ്ങളെ പോലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു അവതാരിക. ഈ അവതാരിക എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പഠനം സാധ്യമാക്കുന്ന അവതാരിക. ഒരു പഠനം എന്ന തലത്തിൽ കൂടി ഉയർന്നു നിൽക്കുന്നുണ്ട് വിനോദ് വൈശാഖിയുടെ അവതാരിക. ഇവിടെ ദീപ്തി ചെയ്യുന്നത് ഓർത്തോർത്ത് നേർത്തു പോകുന്നവയെ അങ്ങനെ നേർപ്പിക്കാൻ വിടാതെ അക്ഷരക്കൂട്ടുകളിൽ ചാലിച്ച് ഓർമ്മപ്പെടുത്തലുകളുടെ വർത്തമാനങ്ങളിലേക്ക് എടുത്തുയർത്തി തരുന്ന ഒരു കാഴ്ച നമുക്ക് ഈ കാവ്യ സമാഹാരത്തിൽ കാണാൻ സാധിക്കും.
ദന്തഗോപുരങ്ങളിൽ നിന്നോ അന്തഃപുരങ്ങളിൽ നിന്നോ അല്ല ദീപ്തിയുടെ കാവ്യസമാഹാരത്തിലെ കവിത ആരംഭിക്കുന്നത്. അത് തുടങ്ങുന്നത് തെരുവിൽ നിന്നാണ്. ദീപ്തിയുടെ കവിതകളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യവും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് വളരെ സത്യസന്ധതയോടുകൂടി പറയുന്നതാണ്. വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യവും ദീപ്തിയുടെ കവിതകളിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദീപ്തി ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രം ഈ പരിസരം എനിക്ക് അന്യമല്ലല്ലോ എന്ന ചിന്ത ഉടലെടുത്തത്. നാം പലപ്പോഴും കണ്ടിട്ടും നമ്മുടെ കണ്ണുടക്കാതെ പോയ ചെറിയ ചെറിയ കാര്യങ്ങളിലെ വലിപ്പമാണ് ദീപ്തി തന്റെ കവിതയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത്. ദീപ്തിയുടെ ഓരോ കവിത വായിച്ചു കഴിയുമ്പോഴും നമുക്ക് തോന്നും, ഈ പരിസരം അല്ലെങ്കിൽ ഈ വ്യക്തിയെ, ഈ മനുഷ്യനെ, ഈ സ്ഥലത്തെ, ഈ സാധനത്തെ എനിക്ക് പരിചയമുണ്ടല്ലോ, ഞാൻ അറിയുന്നതാണല്ലോ, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണല്ലോ. നമ്മുടെ ചിരപരിചിതമായ പരിസരങ്ങളെയും നമ്മൾ നിരന്തരം കണ്ടിട്ടും നമ്മുടെ കണ്ണുടക്കാതെ പോയ സാഹചര്യങ്ങളെയും സാധനങ്ങളെയും വസ്തുതകളെയും വ്യക്തികളെയും ഒക്കെ തന്നെയാണ് ദീപ്തി തന്റെ കവിതയ്ക്ക് വിഷയം ആക്കിയിട്ടുള്ളത്. തെരുവിൽ നിന്നാണ് ദീപ്തിയുടെ കവിത ആദ്യ താള് തന്നെ പിറക്കുന്നത്. ഭ്രാന്തി എന്ന് പറയുന്ന കവിത, വിലാപം എന്ന കവിതയിൽ ഒരു ഭ്രാന്തിയെ, തെരുവിലൂടെ അലയുന്ന ഒരു ഭ്രാന്തിയെ ദീപ്തി അവതരിപ്പിക്കുന്നുണ്ട്. തെരുവും ഭ്രാന്തിയും ഭ്രാന്തനും ഒന്നും നമുക്ക് അപരിചിതരല്ല, നമുക്ക് പരിചിതരാണ്. പക്ഷെ ആ ഭ്രാന്തിയിൽ നമ്മൾ കാണാത്ത ചില ഭ്രാന്തമായ ചിന്തകൾ ദീപ്തി കാണുന്നുണ്ട്. പ്രമേയത്തിലെ വ്യതിരക്തത കൊണ്ട് ഒരിക്കലും ആ കവിത മാറി നിൽക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടില്ല. തെരുവിലെ ഭ്രാന്തി ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒരുക്കിയത് കുറച്ചു വടക്ക് കായംകുളത്തിനടുത്തുള്ള രണ്ടാം കൊച്ചിയിൽ ജീവിച്ചിരുന്നൊരു ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയെ മലയാള മനസ്സിലേക്ക് ആഴത്തിൽ തള്ളിവിട്ടതും മുറിവേൽപ്പിച്ചതും അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ ഭ്രാന്തിയെ മലയാളം വളരെ വേദനയോടുകൂടി ഓർത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പൊ അതേ പ്രമേയം വെച്ചുകൊണ്ട് അത്രയും ആഴത്തിൽ പിറവി എന്ന് പറയുന്ന കവിത ദീപ്തി ഇവിടെ കുറിച്ചിടുന്നു. ഭ്രാന്തി ഇവളോ തെരുവിന്റെ പുത്രി എന്ന ഒരു ചോദ്യം ഉള്ളുരുക്കം സമ്മാനിച്ചുകൊണ്ട് മാത്രമേ അനുവാചക മനസ്സുകളിൽ അലയടിക്കുന്ന രീതിയിലുള്ള ഒരു ആവിഷ്കാരം ആ ദീപ്തി ഇവിടെ സാധ്യമാക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ സവിശേഷതയായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥകളെ സ്വ അനുഭവത്തിൽ നിന്നോ അന്വേഷണത്തിൽ നിന്നോ ദീപ്തി വളരെ ഡീപ്പായിട്ട്, വളരെ ആഴത്തെ പഠിച്ച് അവയെ കവിതയുടെ പ്രമേയമാക്കി മാറ്റുന്നുണ്ട്. ദീപ്തിയുടെ കവിതകളുടെ ഒരു പ്രത്യേകത, ദീപ്തിയുടെ കവിതകളിൽ കലർപ്പില്ല. ഒപ്പം തന്നെ ദീപ്തിയുടെ കവിതകളിൽ കൃത്രിമത്വവും കടന്നുകൂടിയിട്ടില്ല. ആസ്വാദനം മാത്രമല്ല ദീപ്തി കവിതയിലൂടെ അനുവാചകന് സമ്മാനിക്കുന്നത്, മറിച്ച് അനുഭവപ്പെടുത്തൽ എന്നൊരു തലത്തിലേക്ക് വായിക്കുമ്പോൾ ആസ്വദിക്കുക എന്നതിൽ ഉപരി ഇത് രണ്ടും രണ്ടാണ്. ആസ്വദിക്കുക എന്നതും അനുഭവിക്കുക എന്നതും രണ്ടാണ്. ഇപ്പോ കവിത എഴുതുമ്പോൾ സാധാരണ രീതിയിൽ എഴുതിയാൽ പോരെ, കവിത ശബ്ദം കൊണ്ട് അവതരിപ്പിക്കണം. ഇപ്പോൾ ശബ്ദതലത്തിനും അടുത്ത ഘട്ടത്തിലേക്ക് പോയി ശരീരഭാഷ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയൊന്നും ഈ അനുഭവപ്പെടുത്തൽ സാധ്യമാകുന്നില്ല. അവിടെയൊക്കെ ഈ അവതരണത്തിലൂടെ ഒരു പക്ഷെ ആസ്വാദ്യത സംഭവിക്കാം. പക്ഷേ ദീപ്തിയുടെ പല കവിതകളും അനുഭവപ്പെടുത്തൽ എന്നൊരു തലത്തെ തൊട്ടുപോകുന്നുണ്ട്. പിറവി എന്ന കവിതയിൽ ഭ്രാന്തൻ അവസ്ഥയെ ഭ്രാന്തമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന കവി. അർഷിമേഷ് എന്ന് പറയുന്ന ഒരു കവിതയിൽ മറവിയെ അർബുദത്തിനേക്കാളും അപ്പുറത്തേക്ക് നിൽക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥയാണ് മറവി എന്നുള്ളത്. അതൊരു പക്ഷേ ഞാൻ പിന്നെ അറിഞ്ഞു അത് ദീപ്തിയുടെ തന്നെ സ്വ അനുഭവത്തിൽ നിന്നും ഉണ്ടായ ഒരു കാര്യമാണെന്നാണ്. ദീപ്തിയുടെ അമ്മയുടെ അനുഭവം തന്നെയാണ് ദീപ്തി അൽഷിമേഷ് എന്ന കവിതയിലൂടെ വരച്ചു വെച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ മനുഷ്യന്റെ മാനസിക അവസ്ഥയെ സസൂക്ഷ്മം പഠിക്കുകയും അതിനെ കാവ്യാവിഷ്കാരം നൽകുകയും ചെയ്യുമ്പോൾ
തൻ്റെ ഉള്ളൊരുക്കങ്ങളെ, തൻ്റെ സംഘർഷങ്ങളെ ലഘൂകരിക്കുവാൻ ദീപ്തി ശശിധരൻ എന്ന കവി കണ്ടെത്തുന്ന മാർഗം കൂടിയാകുന്നു, അല്ലെങ്കിൽ ദീപ്തിയുടെ ആശ്വാസം കൂടിയാകുന്നു കവിത. താണ്ടിയ ജീവിത വഴികൾ കവിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ധാരാളം വിഷമതകളെ, വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും സൂക്ഷ്മതയോടെ അവതരിപ്പിച്ച ജഗദീഷ് കോവളത്തിന് നന്ദി. ജഗദീഷ് കോവളത്തിനുള്ള സ്നേഹാദരവ് ദീപ്തി ശശിധരൻ സമർപ്പിക്കുന്നു. ഗൂഗിൾ പേ ചെയ്യുന്നുള്ള ഉറപ്പ്. ഈ ആദ്യ പ്രതി സ്വീകരിക്കുന്ന ചടങ്ങ് മനഃപൂർവ്വമായി വെച്ചതാണ്. ഈ ചടങ്ങ് പിരിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൈകളിൽ ഈ പുസ്തകത്തിന്റെ ഓരോ കോപ്പി ഉണ്ടാകണമെന്നും അത് 100 രൂപ കൊടുത്ത് വാങ്ങിയ പുസ്തകമായിരിക്കണമെന്നും അഥവാ കയ്യിൽ കാശില്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുവാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. ദീപ്തി ശശിധരന്റെ ഒരു കവിത ചൊല്ലുന്നതിന് സഹപാഠി കൂടിയായ പ്രസീതയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച പ്രിയ കൂട്ടുകാരിയാണ് ദീപ്തി. ദീപ്തിയുടെ മനസ്സിൻ്റെ ചിന്തകളിലെ ആവിഷ്കാരമായ ചിറകറ്റ പക്ഷി എന്ന കവിത എന്നാൽ കഴിയും വിധം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ചിറകറ്റ പക്ഷി. പിറക്കുമോരോ പക്ഷിക്കുമുണ്ടാം പിടഞ്ഞു തീരുമോരായിരം നോവുകൾ. പുലർന്ന വേളയിൽ പാറി നടന്നിട്ട പുതിയ വെളിച്ചമാവോളമുണ്ടതും. പതിഞ്ഞ സ്വരത്തിൽ പാടിയൊഴുക്കിയ പുലരികൾക്ക് മാറ്റുകൂട്ടിയതും. പരന്ന വാഹിനി താണ്ടിപ്പറന്നിട്ട പറക്കമുറ്റാത്തവയ്ക്കന്നമൂട്ടിയതും. പകൽ ചൂടിൽ വാടിത്തളർന്നതും പറഞ്ഞു തീരുമോ പായാരമത്രയും. ചിറകുപോയ പക്ഷിയാണിന്നു നീ, ചിരകാലമിതെങ്ങനെ ജീവിപ്പൂ. കൊടിയ വേദന താണ്ടിയതെങ്ങനെ കഴിഞ്ഞ കാലസ്മൃതിയിൽ മെഴിയൊപ്പൂ. അനുപമമീ സ്നേഹം മറന്നിടുവാൻ അലിവുള്ള ഹൃദയങ്ങൾക്കാകിടുമോ. സകലർക്കും ആനന്ദം പകർന്നു നീ സായുജ്യമീ ഭൂവിൽ വിലസിട. അടുത്ത ഒരു ചെറിയ ആശംസ പ്രസംഗം കൂടി ഉണ്ട്. അക്ഷരങ്ങളുടെ വാത്സല്യം പകർന്ന് ദീപ്തിയെ അക്ഷരങ്ങളുടെ നിറനിലാവിലേക്ക് കൈപിടിച്ച് നയിച്ച അധ്യാപിക, പ്രൈമറി സ്കൂളിലെ അധ്യാപിക, കാവ്യ ആസ്വാദക, അക്ഷരത്തിന്റെ വെളിച്ചം നിലാവായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ടീച്ചർ പ്രസന്നകുമാരി ടീച്ചറെ സ്നേഹാക്ഷരങ്ങൾ പങ്കുവെക്കുന്നതിന് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ എനിക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യവും അവസരവും ഉണ്ടായത്. അതിന് നന്ദിയുണ്ട്. ആ ദീപ്തി സ്വന്തം അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ നേരിട്ട ചില വിഷമങ്ങളോ സന്തോഷങ്ങളോ വെല്ലുവിളികളോ ഒക്കെ കവിതകളായി രൂപപ്പെടുത്തി, അക്ഷരങ്ങളായി രൂപപ്പെടുത്തി, അക്ഷരസ്നേഹികളായ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇത് വായിക്കുക, ഇതിനെക്കുറിച്ച് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യുക. അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് നേരത്തെ ഇവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞു. ഒരു കവിതയ്ക്ക്, കവിത എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന് ഒരു ആർദ്രതയുണ്ട്.
അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വളരെ ഭംഗിയായി നമുക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കാം. ഞാനൊക്കെ എനിക്ക് വിഷമം വരുമ്പോൾ കേൾക്കുന്നത് കവിതകളാണ്. കവിതയുടെ കാസറ്റുകൾ കേൾക്കും. ആരെങ്കിലും ആലപിച്ച് കേൾക്കുന്നത് എനിക്കിഷ്ടം. എപ്പോഴും ആസ്വാദക തൻ്റെ നിരൂപണ പക്ഷം ഹൃദയം തുറന്ന ഭാഷയിൽ അവതരിപ്പിച്ചു. പ്രസിഡന്റ് ടീച്ചർക്ക് നന്ദി. നമ്മളേവരും കാത്തിരിക്കുന്ന, നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കവയത്രിയുടെ ദീപ്തി ശശിധരൻ്റെ അകം നിറഞ്ഞ കാവ്യ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് അവരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കഥാപാത്രം ആയതുകൊണ്ട് ഇതിന്ന് കാശ് വാങ്ങിക്കുന്നില്ല, കഥാപാത്രം ഫ്രീ ആണ്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എന്ത് പറയണം എന്നൊരു കൺഫ്യൂഷനിലാണ്. ഞാനത് എവിടെയൊക്കെയാണ് ഇരുന്നതെന്ന് എനിക്ക് ഇത്രയും സമയം ബോധമില്ല. അതിനേക്കാൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വളരെ കുറച്ച് പേരെ മാത്രമേ നേരിട്ട്, അതും മെസ്സേജ് ഇട്ടിട്ട് അവർ നോക്കാത്തതും അവർ കണ്ടിട്ടില്ല എന്ന് തോന്നിയത് വളരെ ഒരു ചുരുക്കം, ഒരു 5-6 പേരെ മാത്രമേ ഞാൻ നേരിട്ട് വിളിച്ച് പറഞ്ഞോളൂ. ബാക്കി എല്ലാവരും ഞാൻ മെസ്സേജ് ഇട്ടാണ് ക്ഷണിച്ചത്. അപ്പോൾ എങ്കിലും നമ്മുടെ ഈ ഒരു 100 പേർക്ക് ഇരിക്കാനുള്ള ഹോള് അധികം ഒഴിഞ്ഞു കിടക്കാതെ എല്ലാവരും വന്നതിൽ എനിക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹം, എനിക്ക് അത് വാക്കുകളില്ല പറയാനായിട്ട്. അതാദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മുരുകൻ കട്ടാട സാറിൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചു എന്നുള്ള ഒരു ഏറ്റവും എനിക്ക് ഒരു വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും പഠിച്ചു, ജോലിയൊക്കെ കിട്ടി. നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ജോലിക്കും പോകുന്നു, വീട്ടിലെ ജോലികളും ചെയ്യുന്നു എന്നുള്ള ഒരു അങ്ങനെ കുറേ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ജീവിതത്തിൽ ഒരുപാട് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അത് അഭിമുഖീകരിക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജഗദീഷ് കോളം സാർ പറഞ്ഞതുപോലെ വളരെ ഗൃഹാതുരത്വം മനസ്സിൽ, പുറമേ ചിലപ്പോൾ ഭയങ്കര ധൈര്യശാലി എന്നൊക്കെ എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ വളരെ വളരെ ഫീലിങ്സ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ഇപ്പോൾ എൻ്റെ അമ്മയോടോ അച്ഛനോടോ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അപ്പം നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു സാധനമുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാധനം, ഈ പോകുന്ന സ്ഥലത്ത് അത് കളഞ്ഞിട്ട് വരാനുള്ളൊരു മനസ്സില്ലാതെ അത് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വന്ന ഒരു കുട്ടിക്കാലം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ അത് കളയുള്ളൂ. പോകുന്നൊരു സ്ഥലത്ത് ഇപ്പോഴും തല ചെയ്യുമ്പോൾ ഒരു കൂടി അതുപോലും എനിക്ക് വേറൊരു സ്ഥലത്ത് ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. അപ്പം അങ്ങനെ ഇത്രയും ഒരു അങ്ങനത്തെ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. അപ്പം ഒരുപാട് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ നമുക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാര്യമാണ്. നമ്മൾ ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഞാൻ ആ മോഹൻലാലിൻ്റെ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അല്ലാതെ ആ ഒരു രോഗി നേരിട്ട് കാണാനോ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയല്ലാതെ ഇന്നുവരെയും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് ചെറിയ ചെറിയ മറവികളൊക്കെ വന്നപ്പോഴത്തേക്കും ആ സ്വാഭാവികമായിട്ടുള്ള മറവി എന്നൊക്കെ ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മ നമ്മളെയൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അത് അമ്മയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് നമ്മളെ അറിയില്ല. അപ്പം അത് ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട്
വീട്ടിൽ അമ്മയോടൊപ്പം അല്ല താമസം. അപ്പം എൻ്റെ വീട്ടിൽ ഇവിടെ വെഞ്ഞാറമ്മൂടാണ്. പക്ഷേ ആ സമയത്തൊക്കെ അനുഭവിച്ച ഒരു മനസ്സിൽ ഉൾക്കൊള്ളാതെ എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ അത്രയും വിഷമിച്ച അച്ഛൻ്റെ ഒരു വിളി വരുമ്പോഴത്തേക്കും വിറയലോടുകൂടി ഫോൺ എടുത്ത സമയമുണ്ട്. അമ്മ ഇറങ്ങിപ്പോയി, എവിടെ പോയി ഒന്ന് അങ്ങനെ കുറേ ദിവസമൊക്കെ അമ്മയ്ക്ക് ഓർമ്മയില്ലാതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് ഒക്കെ ഇറങ്ങിപ്പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളും പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കുണ്ടായ ഒരുപാട് വിഷമങ്ങളും അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ പൊതുവേ എനിക്ക് പാട്ടുകളോടും ഒക്കെ ഇഷ്ടമാണ്. പാട്ടുകളെന്ന് പറയുമ്പോൾ ഒരു 80s 90s പാട്ടുകളൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ആളാണ്. പക്ഷെ അതിലോട്ടൊന്നും അത്രത്തോളം അതിലോട്ടൊന്നും ഇൻവോൾവ് ആവാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല, പഠനവും ജോലി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഈ ഒരു വിഷമസ്ഥിതിയിൽ ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ വേറൊരു രീതിയിലോട്ട് നമ്മൾ അതിനൊന്ന് മാറ്റിക്കൊണ്ടു പോകുന്നുള്ളത് പോലെ ഞാൻ ഈ പാട്ടുകളോടും ഈ കുറച്ച് പാട്ടുകൾ ഞാൻ സെലക്റ്റീവാണ് എപ്പോഴും. പക്ഷേ എൻ്റെ ചെവിയിൽ എപ്പോഴും ഹെഡ്സെറ്റ് കാണും. അപ്പോൾ ഈ ഒരു എൻ്റെ ലൈഫിൽ നിന്ന് എൻ്റെ ഒരു ഒളിച്ചോട്ടം തന്നെയെന്ന് പറയാം. ഒരു ഒളിച്ചോട്ടമായിരുന്നു യഥാർത്ഥത്തിൽ. സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ഗീത ടീച്ചറുണ്ട്. എപ്പോഴും എന്നെ വഴക്ക് പറയും, നീ എന്തിന് ഞങ്ങൾ ഇന്ന് ഉള്ളുവലിഞ്ഞ് പോകുന്നു, നീ അതിൽ നിന്ന് ആ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റ്. എത്രയോ ടീച്ചേഴ്സിന് അതിനകത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഹരമായിട്ട് അല്ലെങ്കിൽ എൻ്റെ വേദനകളിൽ എനിക്ക് ഒരു ആശ്വാസം അത് അവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. ഞാൻ അങ്ങനെ ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, മിക്കവാറും ഞാൻ എന്തെങ്കിലും എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് എൻ്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും വേറൊരു രീതിയിൽ പോവാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ തോന്നിയ ചില സന്ദർഭങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് മുരുകൻ കട്ടക്കട സാറിൻ്റെ ഒരുപാട് കവിതകൾ എന്നെക്കാൾ ഈ പുസ്തകം ഇറക്കാനായിട്ട് എന്നെക്കാൾ എന്ത് ചെയ്താൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും അവൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് അതിലെ ചിത്രങ്ങളെന്ന് പറയുമ്പോൾ അവൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി വരച്ചു. അതിൽ ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ അതേ രീതിയിൽ അതേപോലെ പകർന്ന് വരയ്ക്കാൻ അവന് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ പറയാനൊന്നും എനിക്കറിയാൻ വയ്യ വാക്കുകൾ. എല്ലാവരും പുസ്തകം വായിച്ച് അഭിപ്രായം പറയുക. പിന്നെ വീണ്ടും ഉടനെ ഒരു പുസ്തകം ഇറക്കണം കാരണം ഒരു 37-38 കവിതകൾ എൻ്റെ കയ്യിൽ വീണ്ടും ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു പുസ്തകം ഉടനെ ഇറക്കാം എന്നുള്ള ചിന്ത. അത് അരവിന്ദ് എപ്പോഴാണോ പടം വരച്ച് തരുന്നത് അതുപോലെ ഇരിക്കും. പടം വരച്ച് തരുന്നത് പോലെ സാറിൻ്റെ അവതാരികയൊക്കെ എഴുതാൻ കൊടുത്തിട്ട്. അപ്പോൾ ആ പുസ്തകത്തിന് സാറേ ഒരു പേര് വിനോദ സാറേ ഒരു പേര് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാറിൻ്റെ കൂടെ സജഷൻ ചോദിച്ചിട്ട് അത് നേരിൻ്റെ നോവുകൾ എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ടുണ്ട്. അപ്പം അത് സാറിനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചതിനൊക്കെ ശേഷം ഒന്ന് തീരുമാനിക്കാം. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും അനുഗ്രഹത്തിനും എല്ലാം എപ്പോഴും കടപ്പെട്ടിരിക്കും. വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പാറി വീണ അനുഭവാർദ്രമായ ചിത്രങ്ങളായി നിറഞ്ഞു തന്നെ നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദീപ്തി ശശിധരനും അവരുടെ കവിതയ്ക്കും എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. നിനക്ക് വിശക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ എനിക്ക് തരണം, ഞാൻ ദീപ്തിക്ക് തരണം. വളരെ മനോഹരമായ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് ബീന മാനവീയത്തെ ക്ഷണിക്കുന്നു. മാനവീയം വീതി അതിനുമ്പ് ഒരു കൊച്ചു കാര്യം കൂടെ ഉണ്ട്. അരവിന്ദ് സൂരി വരച്ച ദീപ്തി ശശിധരന്റെ രേഖാചിത്രം വിനോദ് വൈശാഖി കൈമാറുന്നു. നല്ല സ്ഥലങ്ങളുണ്ട്.
ഇരുന്നോ? എന്നേ വാ, പെട്ടെന്നോ? വാ. എഴുന്നേറ്റ് കൈ ചെയ്തോ? ടീച്ചറിനോട് ടീച്ചർ കണ്ടു ഇന്ന് കയറി വരും. ഇതുവരെ ഇങ്ങോട്ട് സ്കൂളിലുള്ള ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വിപുലമായൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. ആരും നന്ദി കേട്ട് പിരിഞ്ഞു പോകരുത്. സാർ വേണം. നന്ദി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ഫോട്ടോ സെഷൻ ഉണ്ട്. എല്ലാവരും കൊള്ളൂ. മാനവീയത്തിൽ ഒരു ചിത്രശലഭം പോലെ പാറി നടക്കുന്ന വീണ ടീച്ചർ നന്ദി പറയും. ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇത്രയും മനോഹരമാക്കി തീർത്ത ഓരോരുത്തർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് അധ്യക്ഷൻ, ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിച്ച ശ്രീ സതീഷ് കിടാരക്കുടി, പുക്കാസയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ പുസ്തക പ്രകാശനം നടത്തിയ കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട മാഷിനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പുസ്തക സ്വീകരണം നടത്തിയ എൻ്റെ സുഹൃത്തും കവിയും മലയാളം മിഷൻ രജിസ്ട്രാറുമായ വിനോദ് വൈശാഖി മാഷിനെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പുസ്തക പരിചയം നടത്തിയ കവിയും നോവലിസ്റ്റുമായ ശ്രീ ജഗദീഷ് കോളം മാഷിനെ സ്നേഹപൂർവ്വം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കാവ്യാലാപനം നടത്തിയ ടീച്ചർ ദീപ്തി ടീച്ചറിന്റെ പ്രിയ സുഹൃത്തു കൂടിയായ പ്രസീത സ്നേഹപൂർവ്വം ഈ ചടങ്ങിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ആശംസകൾ അർപ്പിച്ച എൻ്റെ പ്രിയ സുഹൃത്തായ അക്ഷരം ഓൺലൈൻ ചീഫ് എഡിറ്റർ കൂടിയായ ശ്രീ KG സൂരജ്, ശ്രീമതി ടീച്ചർ ഡയറ്റിലെ ടീച്ചർ കൂടിയായ ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ, മറുമൊഴി പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അർപ്പിക്കുന്ന ചിത്രകാരൻ കൂടിയായ സ്വാഗതം പറഞ്ഞ എൻ്റെ ഏറ്റവും സ്നേഹിതനായ അരവിന്ദ് സൂരി, ഞങ്ങളുടെ മാനവീയ തെരുവിടത്തിന്റെ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന ആർട്ടിസ്റ്റാണ് ഞങ്ങളുടെ അരവിന്ദ് സൂരി. ആ അരവിന്ദ് സൂരി കാരണമാണ് ഞാനിവിടെ എത്താൻ തന്നെ കാരണം. ആ അരവിന്ദ് സൂരിക്ക് സ്നേഹത്തോടെ ഈ ചടങ്ങിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ മറുമൊഴി പറഞ്ഞ നമ്മുടെ ഇതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ടീച്ചർ DT ശശിധരൻ ടീച്ചറിനെ സ്നേഹത്തോടു കൂടി ഈ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കവിയരങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. ആ കവിയരങ്ങിൽ കവിതകൾ അർപ്പിച്ച ഓരോരുത്തർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ആ പ്രതി ഏറ്റുവാങ്ങിയ ശ്രീ അനൂപ് കോവളം, വേറെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഓരോരുത്തർക്കും ദിവ്യ ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങിയ ദിവ്യ ടീച്ചറിലെ സുഹൃത്തു കൂടിയായ ദിവ്യയും സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ആക്കഴിച്ചിരിക്കുന്നു.